ചങ്ങനാശ്ശേരിക്ക് മാറ്റുകൂട്ടാൻ AGD ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മെയ് 1 ഉദ്ഘാടന വേളയിൽ 10 പവനോ ഡയമണ്ട് നെക്ലേസ് സ്വന്തമാക്കൂ. നിങ്ങളോട് ഞാൻ കാണിക്കുന്ന ഇഷ്ടം എന്നെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഇഷ്ടം വേണ്ടാന്ന് പറഞ്ഞ് വാക്ക് ചെയ്യാനുള്ള ഒരു കറേജ് ആൾക്കാർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഈ ബുക്ക്. ഞാൻ ബുക്ക് എഴുതുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മൾ കാലഘട്ടത്തെ അടയാളപ്പെടുത്തുക എന്നുള്ളൊരു കാര്യം കൂടെയാണ്. നമ്മൾ ഇൻസ്റ്റയിൽ കാണുന്ന കാര്യങ്ങളൊന്നും എപ്പോഴും റിയൽ ആവണമെന്നില്ല. വ്യൂസ് വന്നതിൽ പറയുന്നത് ഈ ബുക്ക് ആൾക്കാർ വായിക്കുന്നൊന്നുമില്ല, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബുക്ക് എടുക്കുക. ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്നുള്ള ബുക്കിൽ കുറേ നോൺ ഫിക്ഷൻസ് ഉണ്ട്. ഇത് എല്ലാവർക്കും ഇത് അവരുടെ കഥയായിട്ട് തോന്നാനുള്ള കാരണം നമ്മളെല്ലാവരും കടന്നു പോകുന്ന ഇമോഷൻസ് സെയിം ആണ്. ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് എഴുതിയിട്ടുള്ളത് അതിഥിയും ആദിയും തമ്മിലുള്ള കെമിസ്ട്രി. സ്ത്രീകളെ മറ്റേ പല കാര്യങ്ങളോട് ഉപമിക്കാറുണ്ട്, പുഴകളോട് അല്ലെങ്കിൽ പൂക്കളോടൊക്കെ ഉപമിക്കാറുണ്ട്. പക്ഷെ പുരുഷന്മാരെ ഒരിക്കൽ പോലും ഭയങ്കര സോഫ്റ്റ് ആയിട്ടൊന്നും ഞാൻ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല കാറ്റിനോടും പുഴയോടും ഉപമിക്കുന്നത്. അപ്പൊ അത് എന്തുകൊണ്ടായിരിക്കുമെന്നാണ് നിമ്നയുടെ ഒരു വ്യൂ ഓഫ് പോയിന്റ്. പുരുഷന് കിട്ടുന്ന ആ ഒരു എല്ലാ റൈറ്റ്സും കാര്യങ്ങളും സ്ത്രീകൾക്ക് കിട്ടുന്നില്ല, എന്ത് വന്നാലും അതില്ല. അതുകൊണ്ടാണ് ഫെമിനിസം ഒക്കെ റെലവന്റ് ആയിട്ട് വരുന്നത്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ അച്ഛൻ്റെയോ ഭർത്താവിൻ്റെയോ സമ്മതം ചോദിക്കേണ്ടി വരുന്ന സ്ത്രീകളുണ്ട്. ലോകത്തെ ഏറ്റവും മനോഹരമായിട്ട് ദൈവം സൃഷ്ടിച്ചൊരു പൂക്കളാണ് ഓർക്കിഡ് പൂക്കള്. അത് പെട്ടെന്നൊന്നും അങ്ങനെ വാടി തളർന്നു പോവില്ല. അപ്പം ഒരുപാട് പൂക്കളുണ്ടല്ലേ, റോസാപ്പൂക്കളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പൂക്കൾ നമുക്ക് ചുറ്റിനുണ്ട്. പക്ഷെ അവിടെ സ്പെഷ്യലി പറഞ്ഞിരിക്കുന്നത് ഓർക്കിഡ് പൂക്കളെ പറ്റിയാണ്. എന്താണ് ഓർക്കിഡ് പൂക്കൾ തന്നെ അവിടെ പ്ലേസ് ചെയ്യാൻ കാരണം? നമ്മളൊരു ബുക്ക് എഴുതുമ്പോൾ നമ്മുടെ എന്തെങ്കിലുമൊക്കെ എലമെന്റ് എന്തായാലും ആ ബുക്കിൽ വരും എന്നില്ല. അപ്പൊ എനിക്കത് എൻ്റെ ഒരു എലമെന്റ് ആയിട്ട് ആ ബുക്കിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഫ്ലവേഴ്സ്. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്, നമ്മൾ മെമ്മറൈസ് ചെയ്യേണ്ട മൊമെന്റ്സിലാണ് ഈ ഓർക്കിഡ് പൂക്കൾ കൊടുക്കുന്നത്. ശരൺ പറയുന്നുണ്ട്, നിന്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന എല്ലാ മൊമെന്റ്സും എനിക്ക് അത്ര സ്പെഷ്യലാണ്, അതുകൊണ്ടാണ് ഞാൻ നിനക്ക് ഓർക്കിഡ് തരുന്നത്. ഈ ബുക്ക് ഞാൻ എഴുതുമ്പോൾ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു, ഈ ബുക്ക് വായിച്ചു കഴിയുമ്പോൾ ആൾക്കാർക്ക് പല രീതിയിൽ അവരുടെ ലൈഫ് മൂവ് ഓൺ ആവാൻ പറ്റണം എന്നുള്ളത്. ശരൺ നോ പറഞ്ഞത് എൻ്റെ റീസൺ ഇതല്ലല്ലോ, അതുകൊണ്ട് എനിക്ക് വെയിറ്റ് ചെയ്യാം എന്നുള്ളൊരു തോന്നൽ ആൾക്കാർക്ക് വരും. അപ്പോൾ റീസൺ ഒരു റീസൺ അവിടെ ബ്ലാങ്ക് ആക്കി ഇടുമ്പോൾ ഇത് വായിക്കുന്ന ഓരോരുത്തർക്കും നിങ്ങളുടെ റീസൺ അവിടെ പുട്ട് ചെയ്യാം. ഫസ്റ്റ് എഡിഷൻ അടിച്ച സമയത്ത് 350 കോപ്പിയാണ് നമ്മൾ അടിച്ചത്. അതിൻ്റെ 100 ഇരട്ടി കോപ്പികൾ, അതിനേക്കാളും കൂടുതൽ കോപ്പികൾ ഒരു വർഷം ആവുന്നതിന് മുന്നേ ആ ബുക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഓവർ റേറ്റഡ് അല്ല. കാരണം ഈ സൊസൈറ്റിക്ക് അത് ഭയങ്കര നീഡാണ്. നമ്മുടെയൊക്കെ ലൈഫിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട 1-2 പേരുടെ പേര് പറയാൻ പറഞ്ഞാൽ നമ്മൾ എത്ര പേര് നമ്മുടെ പേര് പറയും, അല്ലെങ്കിൽ എത്രയോ പേരുകൾ താണ്ടിയായിരിക്കാം നമ്മൾ ഓരോരുത്തർ നമ്മുടെ പേരുകളിലേക്ക് എത്തിച്ചേരുന്നത്. സെൽഫ് ലവ് ആണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് കാര്യമെന്ന് കുറേ നാളുകളായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളിലേക്ക് എത്തിയിരുന്ന ഒരു ബുക്കാണ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. ആ ഒരു പുസ്തകത്തിൻ്റെ രചയിതാവ് ഇന്ന് എന്നോടൊപ്പം ഉണ്ട്, നിമ്ന വിജയ്. നിമ്ന, സ്വാഗതം. താങ്ക് യു. ഓക്കെ, ഞാൻ ആക്ച്വലി ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന പുസ്തകം വായിച്ചു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ അധികം പുസ്തകം വായിക്കാത്ത ഒരാളാണ്. എനിക്ക് എത്രത്തോളം സ്ട്രൈക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ വായിക്കണമെന്ന് തോന്നുന്ന ചില പുസ്തകങ്ങൾ മാത്രമാണ് ഞാൻ വായിക്കാറുള്ളത്. അപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോടെന്നുള്ളൊരു പുസ്തകം. അപ്പോൾ നിമ്നയുടെ ഒരു വ്യൂ പോയിന്റിൽ ഏറ്റവും പ്രിയപ്പെട്ട എന്നോടെന്നുള്ള ആ പുസ്തകം ഇത്രത്തോളം ആളുകൾ അക്സെപ്റ്റ് ചെയ്യാൻ എന്താണ് കാരണമെന്നാണ് നിമ്ന വിശ്വസിക്കുന്നത്? ഈ ബുക്ക് സ്വീകരിക്കപ്പെടുന്ന സമയത്ത് എനിക്ക് ഒരേ സമയം സന്തോഷവും ഒരേ സമയം സങ്കടവും തോന്നിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ മെയിൻ തീം സെൽഫ് ലവ് എന്നാണല്ലോ. അപ്പോൾ എനിക്ക് ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞിട്ട് വരുന്ന റിവ്യൂസൊക്കെ ഞാൻ നോക്കുന്ന സമയത്ത് എല്ലാവരും എൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യം, താങ്ക് യു എന്നെ സ്നേഹിക്കാൻ പഠിപ്പിച്ചതിനാണ്. അപ്പോൾ ഞാൻ ആലോചിക്കും, ഒരാൾക്ക് ബേസിക്കായിട്ട് വേണ്ട ഒരു കാര്യമാണ് അവനവനെ തന്നെ ആക്സെപ്റ്റ് ചെയ്യുക, സ്വീകരിക്കുക എന്നുള്ളത്. അപ്പോൾ അത് ഇത്രയും ലാക്ക് ആവുന്നു എന്നുള്ളത് ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ ട്രെയിൻ ചെയ്യിക്കുന്ന ഒരു രീതി, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതാണ് ഒരാളെ പെർഫെക്റ്റ് ആക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുമ്പോഴാണ് നിങ്ങളൊരു നല്ല വ്യക്തി ആവുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ ട്രെയിൻ ചെയ്ത് വിടുന്നത്. അപ്പോൾ അവിടുന്ന് നമുക്ക് സ്വയം സ്നേഹിക്കാൻ പഠിക്കുക, ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു ഫേസ് തന്നെയാണത്. അപ്പോൾ അതില്ലാതെ എങ്ങനെയാണ് ഒരാൾ സർവൈവ് ചെയ്യുന്നതെന്ന് എനിക്ക് ഭയങ്കര ഡൗട്ടാണ്. അപ്പം ഞാനും ഒട്ടും സെൽഫ് ലവ് ഇല്ലാതെ വന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ലൈഫിനെ 2 പാർട്ടാക്കി തിരിക്കാൻ പറഞ്ഞാൽ ഞാൻ എന്നെ സ്നേഹിച്ച് തുടങ്ങുന്നതിൻ്റെ മുന്നും ശേഷമൊന്നും ഞാൻ പറയും. അത്രയ്ക്കൊരു ചേഞ്ചാണ് ലൈഫിൽ ഉണ്ടാവുക. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ബുക്ക് ഇത്രയും ട്രെൻഡിങ് ആവാൻ കാരണം, അല്ലെങ്കിൽ
ഇപ്പം ഒരു പുതിയ ഓതറാണ്, ഒരു പുതിയ പബ്ലിക്കേഷനാണ്, അല്ല വലിയ സാഹിത്യം ഒന്നും ഇല്ലാത്തൊരു ബുക്കാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു തീം തന്നെയാണ് നമ്മളെ സ്നേഹിക്കുക, നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു കാര്യം അത്രയും നമ്മുടെ സൊസൈറ്റിയിൽ ഇല്ല. അല്ലെങ്കിൽ അത് ചെയ്യുന്ന ഒരു ക്രൈമായിട്ട് കാണുന്ന ഒരു സൊസൈറ്റിയിൽ അതിനെ വളരെ നോർമലൈസ് ചെയ്യുക, അല്ലെങ്കിൽ അത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളൊരു ബുക്കിലൂടെയൊക്കെ ഒരു ഫാൻറ്റസി കഥ പറയുന്ന പോലെ പറഞ്ഞു പോകുമ്പോൾ ആൾക്കാർക്ക് അത് ഓക്കെ, ഇത് കുഴപ്പമില്ലല്ലോ, ഇത് നല്ലതാണല്ലോ എന്നുള്ളൊരു തോട്ട് വരുന്നു. അപ്പം അത് കാണുമ്പോൾ ഭയങ്കര ഒരു നല്ല കാര്യം. അപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു തീം തന്നെയാണ് ആ ബുക്കിനെ ഇത്രത്തോളം വൈറലാക്കിയതെന്നാണ് തോന്നിയിട്ടുള്ളത്. ഇപ്പം ഇത്രത്തോളം ഒരു എക്സ്പ്ലനേഷൻ അപ്പുറത്തേക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്നോടുള്ള പുസ്തകം ഒരു 5 വാക്കിൽ പറയാൻ പറഞ്ഞാൽ എങ്ങനെ അതിനെ പറയും? അത് വെച്ചാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതൊരു റിയലൈസേഷനാണ് ഈ ബുക്ക് നിങ്ങൾക്ക് തരുന്നതെന്ന് ഞാൻ പറയും. സിമ്പിളായിട്ട് ഈ ബുക്കിനെ ഒറ്റ വാക്കിൽ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ പറയും, ഇത് വായിച്ചു കഴിയുന്ന ഒരാൾക്ക് അവരുടെ ലൈഫിൽ കടന്നു വരുന്ന എല്ലാവരോടും ഇങ്ങനെ പറയാൻ പറ്റണം. എങ്ങനെ? എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് നിങ്ങളെ വലിയ കാര്യമാണ്, പക്ഷേ ആ ഇഷ്ടം എന്നെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിപ്പം പാരന്റ് ആയിക്കോട്ടെ, ലവർ ആയിരിക്കോട്ടെ, ഏതൊരു റിലേഷൻ, ഫ്രണ്ട്സ് ആയിരിക്കോട്ടെ, നിങ്ങളോട് ഞാൻ കാണിക്കുന്ന ഇഷ്ടം എന്നെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഇഷ്ടം വേണ്ട എന്ന് പറഞ്ഞ് വാക്ക് ചെയ്യാനുള്ള ഒരു കറേജ് ആൾക്കാർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഈ ബുക്ക് സിമ്പിളായിട്ട്. അതെ, നിമ്നയുടെ വ്യൂ പോയിന്റിൽ നിമ്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ നിമ്ന എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പുസ്തകം വായിച്ചപ്പോഴത്തേക്കിന്, അതായത് ഈ ഒരു ഏജ്, അല്ലെങ്കിൽ നമ്മൾ അതിനകത്തെ അതിഥി എന്ന ക്യാരക്ടറിനെ കാണുന്ന ആ ഒരു ഏജ് ഒരു 22, 23 ആ ഏജിലാണ്. അപ്പോൾ ആ സമയത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഒരുപാട് സ്വപ്നങ്ങളായിട്ട് നമ്മൾക്കൊക്കെ, നമ്മുടെ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ചിറക് മുളയ്ക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ പറന്ന് ദൂരേക്ക് പോകണം, സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, കംഫർട്ട് സോൺ വിട്ട് പുറത്തേക്ക് പോകണം. ഇപ്പം നമ്മൾ അത്രയും നാൾ നമ്മൾ ശീലിച്ചു വരുന്ന കുറേ കാര്യങ്ങളുണ്ട്, നമ്മൾ കണ്ടുവരുന്ന ഒരു ലോകമുണ്ട്. പക്ഷെ ആ ലോകത്തിൽ നിന്നൊക്കെ മാറി പുതിയൊരു ലോകം സൃഷ്ടിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയല്ല, ഈ കാര്യങ്ങളൊക്കെ മാറി തുടങ്ങണമെന്ന് ചിന്തിക്കുന്ന ഒരു മനസ്സ് നമുക്ക് ഉണ്ടായി തുടങ്ങും. അപ്പം ആ ഒരു കാര്യങ്ങൾ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. അല്ലെങ്കിൽ വായിക്കുന്ന ഓരോരുത്തർക്കും ഇത് ഞാനാണല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇതിലൂടെ കടന്നു വന്നല്ലോ എന്നുള്ളൊരു തോന്നൽ വരും. അപ്പൊ എനിക്കൊന്ന് ആ ഒരു റിയാലിറ്റി, അല്ലെങ്കിൽ ഇത് എൻ്റെ ലൈഫിനോട് ചേർന്ന് കിടപ്പുണ്ടെന്ന് തോന്നുന്നത് ആ ഒരു തോന്നലാണെന്ന് തോന്നുന്നു എല്ലാവർക്കും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അതെ, അപ്പൊ ഞാൻ ബുക്ക് എഴുതുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മൾ കാലഘട്ടത്തെ അടയാളപ്പെടുത്തുക എന്നുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മളിപ്പോൾ പ്രിയദർശൻ മൂവീസ് ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് ആ ഒരു നൊസ്റ്റാൾജി, ആ ഒരു ഗൃഹാതുരത്വം അതൊക്കെ കറക്റ്റായിട്ട് നമുക്ക് ഫീൽ ആവും, അല്ലെ? ഗ്രാമത്തിന്റെ ഭംഗി, അത് ആ ഒരു കാലഘട്ടം അങ്ങനെ ആയിരുന്നു. അപ്പൊ നമ്മൾ സിനിമകളിൽ അത് കാണുന്ന സമയത്ത് നമുക്ക് ആ പടങ്ങളോട് ഇത്ര ഇഷ്ടം എന്ന് പറയാൻ, ആ കാലഘട്ടത്തിൽ ആ പടങ്ങളൊക്കെ ഇത്ര ഓടാനുള്ള ഒരു കാരണം അത് ഭയങ്കരമായിട്ട് റിലേറ്റബിൾ, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിനെ അടയാളപ്പെടുത്തി വെക്കുന്നു. അപ്പൊ ഞാനൊരു ബുക്ക് എഴുതുന്ന സമയത്ത്, ഞാൻ ഈ ബുക്ക് എഴുതുമ്പോൾ എൻ്റെ ഒരു തോട്ട് ഇങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെ ഒരു ബുക്ക് വായിക്കണം എന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു തോട്ട് വരുന്നെങ്കിൽ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്ന ഒരു ബുക്ക് വേണമെന്നുണ്ട്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ അങ്ങനെ ബുക്ക് ഇല്ല നമുക്ക്, പക്ഷെ ഒരുപാട് സിനിമകളുണ്ട് നമുക്ക്. അപ്പോൾ എന്തുകൊണ്ട് ബുക്കിൽ അങ്ങനെ ഒരു കാര്യം വരുന്നില്ല എന്നുള്ള ഒരു തോട്ടാണ് എന്നെ കൊണ്ട് ഈ ഒരു, ഇപ്പം ഞാൻ പറഞ്ഞില്ല ബാംഗ്ലൂർ കൊടുക്കുന്നത്. ഇപ്പം ബാംഗ്ലൂർ ഡേയ്സ് വന്ന സമയത്ത് അതിൽ പറയുന്നുണ്ട് എല്ലാവരും ബാംഗ്ലൂരേക്ക് പോകണു എന്നുള്ളൊരു കാര്യം വരുന്ന ഒരു സമയത്ത്, നമ്മളിപ്പം പലരും കേരളത്തിലുള്ള പിള്ളേരൊക്കെ +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്താണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ജീവിതം, അവരുടെ കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്യപ്പെടുന്ന ഈ ഹോസ്റ്റൽ ലൈഫും പുതിയൊരു സിറ്റിയും ഒക്കെ വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ അവർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് പറയുന്ന ഒരു ബുക്ക്, ഒരു സിനിമ പോലെ ഒരു ബുക്ക് ഇറങ്ങുക, അത് ബുക്കിലും ആ കാര്യം നോർമലൈസ് ചെയ്യപ്പെടുക എന്നുള്ള ഒരു കാര്യം. അപ്പൊ അങ്ങനെ ഒരു തോട്ടിലാണ് ഞാനത് എഴുതുന്നത്. അപ്പൊ എനിക്ക് നമ്മുടെ ഈ ഒരു ഏജിലുള്ള പിള്ളേർക്കെല്ലാം ആ ഒരു ആഗ്രഹമുണ്ട്, ലൈക്ക് അവർക്ക് പുറത്ത് പോകണം, എക്സ്പ്ലോർ ചെയ്യണം, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കണം. അപ്പൊ ആ ഒരു തോട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ ഒരു ഏജിലുള്ള പെൺകുട്ടികളോടൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ലൈഫിൽ നിർബന്ധമായിട്ടും ഒന്ന് വീട് വിട്ടിട്ട് കുറച്ച് കാലെങ്കിലും പുറത്ത് നിൽക്കണം, ഒറ്റയ്ക്ക് നിൽക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് തോന്നി ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ അച്ചീവ് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യും. പിന്നെ ലൈഫിൽ എന്ത് വന്നാലും അതിനെ ഫേസ് ചെയ്യാനുള്ള ഒരു കറേജ് നമുക്ക് ആ ഒരു നമ്മൾ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നമുക്ക് കിട്ടും. നമ്മൾ ചെറിയൊരു കാര്യം കടയിൽ പോയിട്ട് ഒരു സാധനം മേടിക്കുന്നതാണെങ്കിൽ പോലും അതിലൊക്കെ ഒരു കാര്യമുണ്ട്, നമ്മൾ ലൈഫ് പ്ലാൻ ചെയ്തു തുടങ്ങും. ഇന്ന് രാത്രിയിൽ എന്തുണ്ടാക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ എല്ലാ കാര്യങ്ങളും നമ്മുടെ വീട്ടിൽ നമുക്ക് എല്ലാവരും ചെയ്തു തന്നുകൊണ്ടുന്ന കാര്യങ്ങൾ ഒറ്റയ്ക്ക് ഇന്നത് സ്ട്രഗിൾ ആണ് ആക്ച്വലി. കാണുന്ന എത്ര അല്ലെങ്കിൽ ഗ്ലോറിഫൈ ചെയ്യുന്ന അത്ര ഭംഗിയൊന്നും ഇല്ല അതിന്, പക്ഷെ അതിൽ നമുക്ക് അവസാനമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ബ്യൂട്ടി അത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അത് കഴിഞ്ഞ പിന്നെ ലൈഫിൽ എന്ത് വന്നാലും ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം നമുക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു 3 cities വർക്ക് ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ട് എനിക്ക്
അത് തന്നിട്ടുള്ള ഒരു ചേഞ്ച് ഭയങ്കര വലുതാണ്. അപ്പം ഞാൻ എല്ലാവരോടും പറയും നിങ്ങൾ അങ്ങനെ മാറി നിൽക്കണം വീട് വിട്ട്. അപ്പം നമ്മൾ കാണുന്നതല്ല ലോകം, അതിന് പുറത്തൊരു ലോകം ഉണ്ട് എന്നൊക്കെ അടയാളപ്പെടുത്താൻ പറ്റും. അതേ കാര്യം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൽ. ഒരുപാട് പേര് പുതിയ സിറ്റീസിൽ സിനിമകളിലാണെങ്കിൽ ആ ഒരു റെഫറൻസ് നോക്കുക. ഇപ്പം ഇറങ്ങിയ പ്രേമലു ആണെങ്കിലും ഹൈദരാബാദ് ബേസ് ചെയ്തിട്ടാണ്. അപ്പം ആ രീതിയിൽ ആ ഒരു കാലഘട്ടത്തിന് പുസ്തകങ്ങളിലും അടയാളപ്പെടുത്തും. അപ്പോൾ ആൾക്കാർക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആ ഒരു റിലേറ്റബിൾ ഫാക്ടർ ഞാൻ എപ്പോഴും നോക്കിയിട്ടുണ്ട്. അപ്പം എൻ്റെ ഈ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ പൊതുവെ ഇൻസ്റ്റയിൽ എഴുതിയിട്ടാണ് റൈറ്റിങ്ങിലോട്ട് വന്നത്. ആ സമയത്താണെങ്കിലും ഞാൻ എഴുതുന്ന റൈറ്റിങ്സിൽ ആ ഒരു എല്ലാവരും പറയുന്ന ഒരു കാര്യം പിന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് വായിക്കുന്ന സമയത്ത് എൻ്റെ ലൈഫിൽ ഇത് പോയിട്ടുണ്ട് എന്ന് തോന്നാറുണ്ട് എന്നുള്ളത് കൊണ്ട് അതേ ഒരു കാര്യം ഞാൻ ബുക്കിലോട്ടും എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നുള്ളൂ. ഇപ്പൊ ഈ ഇൻസ്റ്റാഗ്രാമും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്നൊക്കെ പറയുമ്പോഴത്തേനും അവിടെ കൂടുതൽ നടക്കുന്നത് എന്താണ് മറ്റുള്ളവർ ചെയ്യുന്നത് അതിന് പുറകെ തന്നെ നമ്മളും പോകുന്നൊരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നത് നമ്മൾ ചെയ്തില്ലെങ്കിൽ അതെന്തോ കുറച്ചിൽ പോലെയാണ് ഇപ്പോഴത്തെ തലമുറ കാണുന്നത്. ഇപ്പോൾ ഈ ഒരു പുസ്തകം വളരെ മികച്ചൊരു പുസ്തകം തന്നെയാണ്, അതിലൊരു സംശയമില്ല. എങ്കിൽ പോലും ഞാൻ എൻ്റെ ഒരു സംശയം ചോദിക്കുകയാണ്. കാരണം ഇത് എത്രത്തോളം വൈറലാവുന്നുണ്ട്, ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. ഇത് വായിച്ചില്ലെങ്കിൽ നമ്മൾ എന്തോ ലൈഫിൽ എവിടെയോ പുറകിലാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാട്ടിൽ ഒരു പടി താഴെയാണെന്നുള്ള ചിന്ത ഇപ്പം വരുന്നുണ്ട്. അപ്പോൾ നിനക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു പരിധി വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇത് ആൾക്കാർ ചുമ്മാ വെറുതെ കാണിക്കാനുള്ളൊരു ഷോ ഓഫ് ആയിട്ടും ഒരു പരിധിക്ക് അപ്പുറം ഇത് പോകുന്നുണ്ടെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഞാൻ ഇൻസ്റ്റയിൽ ഇടുന്ന സമയത്ത് ഞാൻ ഇപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, റിയാലിറ്റി വേഴ്സസ് റീൽ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. രണ്ടും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഇൻസ്റ്റയിൽ കാണുന്ന കാര്യങ്ങളൊന്നും എപ്പോഴും റിയൽ ആവണമെന്നില്ല. അപ്പം ഞാൻ ഒരു ഇടയ്ക്ക് ഇൻസ്റ്റയിൽ നിന്ന് ബ്രേക്ക് എടുക്കുന്ന ആളാണ്. കാരണം നമ്മളിങ്ങനെ ഇൻസ്റ്റഗ്രാം നോക്കി കഴിയുമ്പോൾ ഫ്രണ്ട്സ് എല്ലാം ട്രിപ്പ് പോകുന്നു, കല്യാണം കഴിക്കുന്നു, ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള എല്ലാവരും അവരുടെ ഹാപ്പിനെസ് മാത്രം ഷെയർ ചെയ്യുന്ന ഒരു സ്പേസ് ആയിട്ട് ഇൻസ്റ്റ മാറിയിട്ടുള്ള ഒരു ടൈം ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ലൈഫിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. നമുക്ക് മാത്രം എന്താണ് ഇങ്ങനെ, ബാക്കി എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് നടക്കും, നമ്മുടെ കാര്യം ഭയങ്കര ഡൗൺ ആണല്ലോ എന്ന് ഞാൻ വിചാരിച്ചിട്ട് നമ്മളെ ക്രിട്ടിസൈസ് ചെയ്ത് നമ്മളെ ഹാപ്പിനെസ് ഇല്ലാതാക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ നിന്ന്. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി സംതിങ് റോങ്. അപ്പോൾ നമ്മൾ ആ രീതി ചിന്തിക്കരുത്, നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ ഇതും ഷെയർ ചെയ്യാറുണ്ട് ഇൻസ്റ്റയിൽ. ഇൻസ്റ്റ എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്നതല്ല റിയാലിറ്റി. അപ്പം എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് എടുത്ത് നോക്കിയാൽ ഞാൻ എൻ്റെ അച്ചീവ്മെൻറ്റ്സിനേക്കാളും കൂടുതൽ എൻ്റെ സഫറിങ്സാണ് ഞാൻ പറയാറുള്ളത്. ഇത്രയും ഡാർക്ക് സ്പേസ് എനിക്കുണ്ടായിരുന്നു, ഇപ്പം ഞാൻ നിൽക്കുന്നത് ഒരു ഹാപ്പി അല്ലാത്ത സ്പേസ് ആണെന്ന് ഞാൻ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. കാരണം അവർ കാണുന്ന ആൾക്കാർ മനസ്സിലാക്കണമല്ലോ. അപ്പോൾ ഇത് മാത്രമല്ല ഇതും കൂടെ ഉണ്ട്. അപ്പം ബുക്കിലോട്ട് വരുന്ന സമയത്ത് ബുക്ക് ഇൻസ്റ്റ വഴി കൊടുക്കുന്ന സമയത്ത് ഒരു പോയിന്റ് എത്തിയപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഇത് എന്താ എൻ്റെ അടുത്ത് ഒരുപാട് റിവ്യൂസ് വന്നതിൽ പറയുന്നത് ഈ ബുക്ക് ആൾക്കാർ വായിക്കുന്നൊന്നുമില്ല, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബുക്ക് എടുക്കുക. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഫോട്ടോ എടുക്കാനെങ്കിലും ഒരു ബുക്ക് കയ്യിൽ എടുക്കുന്നത് അത് നല്ലതാണല്ലോ എന്ന് വിചാരിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ഫൺ പാട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കസിൻ ഉണ്ട്. അപ്പോൾ കസിൻ അവന് ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുകയാണ്. ബുക്കൊന്നും കൈകൊണ്ട് തൊടാത്ത ആളാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്ന സമയത്ത് വീട്ടിൽ ഈ ബുക്ക് കണ്ടപ്പോൾ എൻ്റെ കസിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഈ ബുക്ക് കണ്ടപ്പോൾ അവൻ ആ ബുക്ക് എടുത്തുകൊണ്ടോ എന്ന് വന്ന് മാമൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അവൻ എന്തിനാ ബുക്ക്? അപ്പോൾ അവന് കോളേജിൽ കുറേ പെൺകുട്ടികളുണ്ട്, അപ്പോൾ ഈ ബുക്ക് വായിക്കുന്നുണ്ട്, പെട്ടെന്ന് ഇംപ്രസ് ആവുന്ന പോലെ ബുക്ക് എടുത്തുകൊണ്ട്. അപ്പോൾ അതെനിക്കൊരു നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ എത്ര പേര് കണ്ടിട്ടുണ്ട് വർഷങ്ങൾക്ക് ശേഷം മൂവിയിൽ, സ്പോയിലർ അല്ല കേട്ടോ, അതിൽ ഇങ്ങനെ പറയുന്ന ഒരു കാര്യമുണ്ട്. പണ്ട് ഈ ബഷീറിൻ്റെ ഒക്കെ ബുക്ക് ഇറങ്ങിയ സമയത്ത്, തകഴിയുടെ ഒക്കെ ബുക്ക് ഇറങ്ങിയ സമയത്ത് ഒരു ബുക്ക് വായിക്കാൻ വേണ്ടി ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരാൾ വായിച്ചിട്ട് വേറൊക്കെ കിട്ടുക, അത് ഏത് അർദ്ധരാത്രി ആണെങ്കിലും പോയി ബുക്ക് വാങ്ങുക എന്ന് പറയുന്ന അത് ഇംഗ്ലണ്ടിലൊക്കെ യൂറോപ്പിലൊക്കെ ഉണ്ടായിരുന്നു ഒരു സമയത്ത്. അതെ അതെ അതെ. അപ്പൊ ആ ഒരു സമയത്ത് ഉള്ള ഒരു കാര്യം അത് നമുക്ക് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നമുക്കത് ഇത്രയും ഒരു സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ നമുക്കത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത് അതൊരു വലിയ അച്ചീവ്മെന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പൊ ഇൻസ്റ്റയിൽ ആൾക്കാർ വായിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന സമയത്തും ഈ ബുക്കിന് വേണ്ടിയിട്ട് കോളേജൊക്കെ കഴിഞ്ഞിട്ട് ആൾക്കാർ സ്റ്റോറിൽ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട് മാതൃഭൂമിയിൽ ബുക്ക് ഫെസ്റ്റ് നടക്കുന്ന സമയത്ത് നമ്മളൊരു 300 കോപ്പിയാണ് ഒരു ദിവസം ഉച്ചയ്ക്കാണ് അവർക്ക് 300 കോപ്പി ചെയ്തത്. വൈകുന്നേരം 6 മണിയാകുമ്പോഴത്തേക്കും 300 കോപ്പിയും സെല്ലായി പോവാണ്. അപ്പോൾ അത്രയ്ക്ക് ആൾക്കാർ ഒരു ബുക്കിന് വേണ്ടി ആളുകൾ, അതും ഈ പ്രശ്നത്തെ യങ്സ്റ്റേഴ്സ് വെയിറ്റ് ചെയ്യാന്നുള്ളതൊരു ഇമ്പാക്ട്. ഇപ്പം നമ്മളൊരു 100 പേര് എടുക്കുകയാണെങ്കിൽ 10 പേര് ഫോട്ടോ എടുക്കാൻ ബുക്ക് എടുക്കുന്നുണ്ടെങ്കിൽ 90 പേര് വായിക്കുന്നു എന്ന് പറയുന്നത് അത് നല്ല കാര്യമില്ല. അപ്പം ഞാൻ അതിൻ്റെ ഒരു പോസിറ്റീവ് ആംഗിൾ. അപ്പം ഇത് ഇപ്പോൾ ഫോട്ടോ എടുക്കാനാണെങ്കിൽ ഈ ബുക്ക് കയ്യിലെടുത്തുകൊണ്ട് ഒരാളും നശിച്ചു പോകുന്നില്ല. ഇപ്പൊ ചില ആൾക്കാർ പറയുന്നുണ്ട് എന്താ ഇത് ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ നശിച്ചു പോകുന്നൊക്കെ പറഞ്ഞ് റിവ്യൂ ഇട്ട സ്ഥലത്ത് ഞാൻ ആലോചിക്കുകയാണ് എന്താണ് ഇതിൽ മാത്രം നെഗറ്റീവായിട്ട് ഇതിലുള്ളത്. ഒന്നുമില്ലെങ്കിലും ഇതൊരു പുക വലിക്കുന്ന പോലെ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവരുടെ ശരീരത്തിനോ മനസ്സിനോ ഹാം ആക്കുന്ന ഒന്നും ഇതിലില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു രീതിയിലും ഒരു നെഗറ്റീവ് വശം ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ വെറുതെങ്കിലും കയ്യിലൊരു ബുക്ക് എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ എന്നൊക്കെ തോന്നിയിട്ടുള്ളൂ. ഓക്കെ. ഇപ്പോൾ ഈ പുസ്തകത്തിന്റെ കാര്യം പറയുവാണെങ്കിൽ ആദ്യം എഴുതിയ പുസ്തകം നനയുവാൻ ഞാൻ കടലാകുന്നു, അതൊരു ഓർമ്മകളുടെ ഒരു എന്താ പറയുക കൂട്ടം എന്നൊക്കെ പറയാം. അപ്പൊ ഇതിലേക്ക് വരുമ്പോൾ ഇതൊരു ഫിക്ഷനാണ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. അപ്പൊ ഞാനത് വായിക്കുന്ന സമയത്താണെങ്കിലും ഞാൻ ചിന്തിച്ചത്
ഇത് ശരിക്കും റിയലായിട്ട് നടന്നൊരു കാര്യമായിരിക്കും? കാരണം ഇത്രത്തോളം ഡെപ്ത് ഉള്ള ക്യാരക്ടേഴ്സ്, അല്ലെങ്കിൽ നമുക്ക് ചുറ്റും നോക്കുമ്പോഴും നമ്മൾക്ക് തോന്നാറുണ്ട് പല ക്യാരക്ടേഴ്സും നമ്മുടെ ലൈഫിൽ നമ്മൾ കണ്ടിട്ടുള്ളവരാണല്ലോ, പക്ഷേ ഇത് എല്ലാവരും ഇങ്ങനെ നമ്മുടെ ലൈഫിലേക്ക് ഇത്രയും ചുറ്റുവട്ടത്ത് കാണാൻ പറ്റുമോ? അപ്പോൾ ഫിക്ഷൻ ആണെങ്കിൽ പോലും ഒരു എഴുത്തുകാരിക്ക് അത് എത്രത്തോളം യാഥാർത്ഥ്യമായിട്ട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളൊരു ഫാക്ടറും കൂടെ അവിടെ വരുന്നുണ്ട്. അപ്പം ഏറ്റവും പ്രിയപ്പെട്ട എന്നോടെന്നുള്ളൊരു ഈ പുസ്തകത്തിൽ യാഥാർത്ഥ്യത്തോട് എത്രത്തോളം ചേർന്ന് നിൽക്കുന്നുണ്ട്? എല്ലാ ഫിക്ഷനിലും നോൺ ഫിക്ഷൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നമുക്ക് ശൂന്യതയിൽ നിന്നൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, എനിക്ക് പറ്റില്ല. എനിക്ക് എപ്പോഴും എന്തെങ്കിലും ഞാൻ കണ്ടും അനുഭവിച്ചും ചെയ്ത കാര്യങ്ങൾ എൻ്റെതായിട്ടുള്ള ഒരു വേർഷൻ കൂടെ ചേർത്തിട്ടാണ് ഞാൻ അവതരിപ്പിക്കാറ്. അപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്നുള്ള ബുക്കിൽ കുറേ നോൺ ഫിക്ഷൻസ് ഉണ്ട്. ഫിക്ഷൻ എന്ന് വെച്ചാൽ ക്യാരക്ടേഴ്സ് എല്ലാം എക്സാക്ട്ലി സെയിം അല്ല, പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള കുറേ ജീവിതങ്ങളുണ്ട്, അതിൽ നിന്ന് തന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാവർക്കും ഇത് അവരുടെ കഥയായിട്ട് തോന്നാനുള്ള കാരണം നമ്മളെല്ലാവരും കടന്നു പോകുന്ന ഇമോഷൻസ് സെയിം ആണ്. ഇപ്പം എനിക്കാണെങ്കിൽ സ്നേഹിക്കാണെങ്കിൽ ഒരു ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ഫാമിലിയിൽ ഇഷ്യൂ ഉണ്ടാവും. ഈ ഇമോഷൻസ് എല്ലാം സെയിം ആണ്, പക്ഷെ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ മാറുന്നു എന്നുള്ളൂ. അതുകൊണ്ടാണ് ഒരു ബ്രേക്കപ്പിനെ കുറിച്ച് ഒരു കോട്ട് ഇടുന്ന സമയത്ത് അത് വായിക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ കണ്ണു നിറയുന്നത്. കാരണം ഓക്കെ, അവരനുഭവിച്ച ഇമോഷൻസ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു മനുഷ്യൻ്റെ എല്ലാവരുടെയും ഇമോഷൻസ് സെയിം ആണ്, അതിൻ്റെ ഡെപ്തിൽ വ്യത്യാസം ഉണ്ടാവും, അല്ലെങ്കിൽ അത് അവർ ഷെയർ ചെയ്യുന്ന ആളുകൾ ഡിഫറെൻ്റ് ആയിരിക്കും എന്നല്ലാതെ. അപ്പോൾ ആ ഇമോഷൻസ് സെയിം ആയതുകൊണ്ട് ഞാൻ ഇമോഷൻസിന് നേരെ എടുത്തിട്ട് എനിക്കറിയുന്ന കുറേ ക്യാരക്ടേഴ്സ് വെച്ച് പ്ലേസ് ചെയ്തുകൊണ്ടായിരിക്കാം ആ ഒരു റിലേറ്റബിലിറ്റി വരുന്നത്. പിന്നെ അതിഥി ഓഫ് കോഴ്സ് 23 വയസ്സായ ഒരു പെൺകുട്ടിയാണ്, ഞാനും ആ ഏജ് കടന്നു പോയിട്ടുള്ള ഒരാളായതുകൊണ്ട് അതിഥിയിൽ എന്തായാലും എൻ്റെയും റിഫ്ലക്ഷൻസ് ഓഫ് കോഴ്സ് ഉണ്ടാവും. ഓക്കെ, ഇപ്പം നമ്മൾക്ക് അതിനകത്ത് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പം ഞാൻ മുമ്പേ സംസാരിച്ച പോലെ തന്നെ എല്ലാ ക്യാരക്ടേഴ്സിനും പല ലേയേഴ്സ് ഉണ്ട്, പല ഡെപ്ത് ഉണ്ട്. അപ്പം നമ്മൾക്ക് ഓരോ സിറ്റുവേഷൻ വരുമ്പോഴും ഓരോരുത്തരായിരിക്കും നമുക്ക് പ്രിയപ്പെട്ടവരാകുന്നത്. ഇപ്പം ഞാൻ പേഴ്സണലി ചോദിക്കുവാണെങ്കിൽ നിമ്നയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ക്യാരക്ടർ അതിൽ ഏതായിരിക്കും? അയ്യോ, മക്കളിൽ ആരാ പ്രിയപ്പെട്ടത്? അതെ, എനിക്ക് എല്ലാ ക്യാരക്ടേഴ്സും. പക്ഷെ ഞാൻ അതിൽ ആ ബുക്ക് ചെയ്ത് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് എഴുതിയിട്ടുള്ളത് അതിഥിയും ആദിയും തമ്മിലുള്ള കോൺവെർസേഷൻസ്. അതെ, അവരുടെ ഒരു ബോണ്ടാണ്. അപ്പൊ എന്റെ ലൈഫിൽ എനിക്ക് അങ്ങനെ ഒരുപാട് ബോയ്സ് ആയിട്ട് ഒരുപാട് ഫ്രണ്ട്സ് അധികം ഇല്ല, എനിക്ക് വളരെ റെയർ ആയിട്ട് ഫ്രണ്ട്സ് ഉള്ളു. ആ ഫ്രണ്ട്സ് ആയിട്ട് ഞാൻ കീപ്പ് ചെയ്യുന്ന ഒരു ബോണ്ട് ഭയങ്കര അടിപൊളിയാണ്. അപ്പൊ നമുക്ക് ഭയങ്കര ഒരു സേഫ് ആയിട്ട് സെക്യൂർ ആയിട്ട് നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരുപാട് ആൺകുട്ടികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അല്ലെ. ഇപ്പൊ പണ്ടൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് കേട്ടിട്ടുള്ളത് ആൺകുട്ടികളായിട്ട് കൂട്ടുകൂടരുത്, അവരുടെ കൂടെ സംസാരിക്കരുത് എന്ന് പറയുമ്പോഴും കുറച്ചുകൂടി വളർന്നു കഴിഞ്ഞ സമയത്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നമുക്കൊരു പെൺകുട്ടിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റാണ് ഒരു നന്നായി അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു മെയിൽ ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ളൊരു കാര്യം. അപ്പൊ അങ്ങനെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻസ് ഒരുപാട് ഫൺ ഉണ്ടാവും. ആൻഡ് അവർ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന രീതിയെ ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. ഒരു ബ്രോ ഒരു ഇതിൽ ട്രീറ്റ് ചെയ്യുന്നത് നമുക്ക് ഭയങ്കര രസമാണത്. അപ്പൊ അതിൽ ആദ്യം എന്നുള്ള ഒരു ക്യാരക്ടർ ഒരു ഫ്രണ്ട് എന്നുള്ളതിനപ്പുറം ഒരു ആൺകുട്ടികളുടെ സൈഡ് കൂടെ പറഞ്ഞു വെക്കുക എന്ന് എനിക്ക് അങ്ങനത്തെ ഒരു ഇന്റൻഷൻ കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അതിഥി കടന്നു പോകുന്നത് ഒരു അതിഥിയുടെ കണ്ണിൽ കൂടെ കഥ പോകുന്നുണ്ടെങ്കിൽ പോലും ആദ്യം എന്ന് പറയുന്ന ഒരു മെയിൽ ഫ്രണ്ട് അവിടെ വരുന്ന സമയത്ത് അവളുടെ ലൈഫിൽ അവൾ എന്തായാലും മീറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കും. അപ്പൊ അതിൽ ആദ്യം പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, എല്ലാവരും വിചാരിക്കുന്ന പോലെ ആൺകുട്ടിയേക്കൊന്നും എല്ലാം എളുപ്പമല്ല എന്നുള്ളൊരു കാര്യം. അപ്പൊ ഞാൻ എൻ്റെ ചുറ്റും കണ്ട ആൺകുട്ടികളെ ഞാൻ ആദ്യനെ പോലെ ഒരുപാട് സഫർ ചെയ്യുന്ന ആൺകുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. പെൺകുട്ടിക്ക് നമ്മൾ പ്രഷർ എന്ന് പറയുമ്പോൾ ആൺകുട്ടിക്കും അതേപോലെ പ്രഷർ കിട്ടുന്നുണ്ടല്ലോ അവരുടെ ലൈഫിൽ. ഇപ്പോൾ അവരെ ഇപ്പം എനിക്ക് വേണമെങ്കിൽ എനിക്ക് എന്നാലും ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പം പഠിത്തം കഴിഞ്ഞ് ജോലി ഇല്ലാതെ വീട്ടിലിരിക്കാനുള്ള ഒരു ഓപ്ഷൻ എനിക്ക് എങ്ങനെയായാലും ഉണ്ട്, വീട്ടിൽ കല്യാണം കഴിപ്പിച്ച് വിടുമെന്നുള്ളത്. പക്ഷെ ആൺകുട്ടിക്ക് പറയാൻ പറ്റില്ല, ഞാൻ ജോലി കഴിഞ്ഞ് ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയെന്ന് വേണ്ടിയിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ബേർഡൻ അവരുടെ തലയിലുണ്ട്. വീട് നോക്കുക, വീട്ടുകാര്യങ്ങൾ നോക്കുക, ഒരു പെങ്ങളുണ്ടെങ്കിൽ അവരെ കെട്ടിച്ച് വിടുക, ഇങ്ങനെ കുറേ ബേർഡൻ ആൺകുട്ടികൾ അത് അവരായിട്ട് ഉണ്ടാക്കി വെച്ചതാണ് പാസ്റ്റിൽ, അതൊക്കെ. ബട്ട് സ്റ്റിൽ അവർ ക്യാരി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേപോലെ സ്വപ്നങ്ങൾ നഷ്ടപ്പെടുത്തി അവരുടെ പാഷനും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഫാമിലിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്ന ആൺകുട്ടികളും ഒരുപാടുണ്ട്. അപ്പോൾ അവരെ കൂടി റെപ്രസെൻറ്റ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ അപ്പോൾ ഞാൻ കണ്ട ആൺകുട്ടികളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനത്തെ ആൺകുട്ടികളെ കൂടി റെപ്രസെൻറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഞാൻ ആദ്യം ഫ്രെയിം ചെയ്തത്. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ആ ഒരു അതിഥിയായിട്ടുള്ള കോൺവെർസേഷൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര പുസ്തകം വായിച്ച ഒരാളെന്ന നിലയിൽ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ വായിക്കുമ്പോഴും ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേന് അതായത് ഈ ആദിയുടെയും കോൺവെർസേഷൻ നമുക്ക് തന്നെ നമ്മുടെ ചുണ്ടിലൊരു ചിരി വരും, ഇവരുടെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് പല കാര്യങ്ങളും. ഇപ്പം ഈ ഒരു ക്യാരക്ടറിനെ ഫ്രെയിം ചെയ്ത രീതി പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, അതായത് നമ്മൾ ഒരുപാട് പുസ്തകങ്ങളില്ല, പക്ഷെ എന്നിരുന്നാൽ പോലും കുറച്ച് പുസ്തകങ്ങളുണ്ട് ഈ
നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതായത് സ്ത്രീകളുടെ ഇമോഷൻസ്, സ്ത്രീകളുടെ സിറ്റുവേഷൻസ്, അവരനുഭവിക്കുന്ന യാതനകളൊക്കെ ഒരുപാട് എഴുത്തുകാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അധികം ആരും ഉണ്ട് എന്തെന്നാൽ പോലും അത് വളരെ കുറവാണ്. പുരുഷന്മാരുടെ ഇമോഷൻസ് അല്ലെങ്കിൽ അവർ കടന്നു പോകുന്ന സിറ്റുവേഷൻസ്, സഫറിങ്സ് ഒന്നും അധികം ആരും ചർച്ച ചെയ്യപ്പെടുന്നില്ല, സംസാരിക്കുന്നില്ല. എനിക്കൊന്നു മാധവിക്കുട്ടിയുടെ കുറച്ച് എഴുത്തുകളിലല്ലാതെ നമ്മൾക്ക് പുരുഷന്മാരുടെ ആ ഒരു ജീവിതത്തെ പറ്റി അല്ലെങ്കിൽ അവരുടെ സ്നേഹത്തെ പറ്റി, അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊന്നും അധികം സംസാര വിഷയം ആയിട്ടില്ല. ഇപ്പം നമ്മളൊരു എഴുത്തിൻ്റെ കലാപരമായിട്ട് നോക്കുവാണെങ്കിൽ പോലും സ്ത്രീകളെ മറ്റേ പല കാര്യങ്ങളോട് ഉപമിക്കാറുണ്ട്, പുഴകളോട് അല്ലെങ്കിൽ പൂക്കളോടൊക്കെ ഉപമിക്കാറുണ്ട്. പക്ഷെ പുരുഷന്മാരെ ഒരിക്കൽ പോലും ഭയങ്കര സോഫ്റ്റ് ആയിട്ടൊന്നും ഞാൻ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല കാറ്റിനോടും പുഴയോടും ഉപമിക്കുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ട് ആയിരിക്കുമെന്നാണ് നിമ്നയുടെ ഒരു വ്യൂ ഓഫ് പോയിന്റ്? അതൊരു കൊമേഴ്ഷ്യലി ഒരു സെല്ലിംഗ് എലമെന്റ് അല്ലാത്തത് കൊണ്ടാണ് എന്നാണ് നിമ്നയ്ക്ക് തോന്നുന്നത്? അത് ഇപ്പൊ നമ്മൾ ഏത് രീതിയിൽ പറഞ്ഞാലും പുരുഷന് കിട്ടുന്ന ആ ഒരു എല്ലാ റൈറ്റ്സും കാര്യങ്ങളും സ്ത്രീകൾക്ക് കിട്ടുന്നില്ല. എന്ത് വന്നാലും അതില്ല. അതുകൊണ്ടാണ് ഫെമിനിസം ഒക്കെ റെലവെന്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അത് അപ്പൊ പഴയ കാലത്ത് ഇപ്പൊ ഞാൻ പഴയ കാലത്ത് എഴുതുന്ന ഒരാളാണെങ്കിൽ എനിക്കും തോന്നുന്നു എൻ്റെ എഴുത്തുകൾ സ്ത്രീപക്ഷം തന്നെയാവും. ഇപ്പോഴും ഞാൻ എഴുതുന്നതിലുണ്ട്. കാരണം ആ ഒരു ഈക്വാലിറ്റി ആണെങ്കിലും അവർക്ക് കിട്ടുന്ന ഒരു സ്പേസ് ആണെങ്കിലും അവസരങ്ങളാണെങ്കിലും ഓപ്പർച്യൂണിറ്റികൾ എപ്പോഴും അടിച്ചുമർത്തപ്പെടുന്ന ഒരു വിഭാഗമായിട്ട് സ്ത്രീ എപ്പോഴും മാറിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും അവരുടെ സഫറിങ്സിനെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ആ സമയത്ത് ബുക്കുകൾ ഇറങ്ങിയത്. ഇപ്പോഴും ഉണ്ട്. ഇപ്പം നമ്മൾ എത്ര പുരോഗമനമായി എത്ര മുന്നോട്ട് നടന്നു പറഞ്ഞാലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ അച്ഛൻ്റെയോ ഭർത്താവിൻ്റെയോ സമ്മതം ചോദിക്കേണ്ടി വരുന്ന സ്ത്രീകളുണ്ട്. എൻ്റെ ഏജിൽ കല്യാണം കഴിച്ചു പോയിട്ടുള്ള കുട്ടികളുണ്ട് ഇതേപോലെ ഈ ഒരു സിസ്റ്റത്തിൽ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ആ ഒരു കമ്പാരിസൺ എന്തായാലും ആ ഒരു കാര്യം വരുമ്പോൾ സ്ത്രീകളുടെ കാര്യങ്ങൾ ഉയർന്നു നിൽക്കുന്നത്. ദാറ്റ് ഈസ് റെലവൻറ്റ്. അത് റെലവൻറ്റ് തന്നെയാണ്. അപ്പം ഞാൻ എഴുതുമ്പോൾ ഞാൻ വിചാരിച്ച കാര്യം അങ്ങനെയുള്ള ആളുകളുണ്ട്, അങ്ങനത്തെ ആ രീതിയിൽ സ്ത്രീകൾ ആ രീതി ട്രീറ്റ് ചെയ്യുന്നത്. അവർ നമ്മൾ പറഞ്ഞ അനുസരിക്കേണ്ട ആളുകളാണ് അല്ലെങ്കിൽ നമ്മുടെ കീഴിൽ നിൽക്കേണ്ട ആളുകളാണ് സ്ത്രീകൾ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അറ്റ് ദി സെയിം ടൈം സ്ത്രീകൾക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്യുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ പാഡ്മാനെ നോക്കിയാൽ അറിയാം. അതേപോലെ രാജാറാം മോഹൻ റോയ് സതിക്കെതിരെ നടത്തിയിട്ടുള്ള സമരങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള അതുപോലെ നമ്മൾ ഈ ലൈംഗിക അക്രമമൊക്കെ പറയുന്ന സമയത്ത് സ്ത്രീകൾക്കെതിരെയുള്ളതിനെ കുറിച്ചാണ് എപ്പോഴും സംസാരിക്കുക. അപ്പോൾ അവർക്ക് ഒരുപാട് ഷെൽട്ടർ ഹോംസ് ഒക്കെ ഉണ്ട്. അതേ സമയത്ത് പുരുഷന്മാരും അതേ രീതിയിൽ സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പം സത്യമേവ ജയതേ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാമിൽ അമീർ ഖാൻ നടത്തിയൊരു പ്രോഗ്രാമിൽ ആൺകുട്ടികൾ വന്നിട്ട് അവർ നേരിട്ട സെക്ഷൽ ഹറാസ്മെൻറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് അത്ര കണ്ണ് നിറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അത്രയ്ക്ക് അവരും ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ അത് ഓപ്പണായിട്ട് പറയുന്ന സമയത്ത് സ്ത്രീകൾ പറയുന്ന സമയത്ത് അവിടെ ഓക്കെ അവർക്ക് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ പുരുഷന്മാർ പറയുമ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം നീ ഒരു ആൺകുട്ടിയല്ലേ, എന്നിട്ട് നീ എന്തുകൊണ്ട് റിയാക്ട് ചെയ്തില്ല, നിനക്ക് എന്താ അതിനുള്ള, നീ ഒരാണല്ലേടാ നിനക്ക് റിയാക്ട്. ഇപ്പോൾ ആൺകുട്ടികളും സോഫ്റ്റാണ്, അവരിലും ഒരു സോഫ്റ്റ് വേർഷൻ ഉണ്ട്. എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയുന്ന ആൺകുട്ടികൾ സോഫ്റ്റ് ആയിട്ടുള്ള ആൺകുട്ടികളാണ്. അപ്പോൾ എല്ലാവരും ആ ഒരു മാൻലി കാര്യങ്ങൾ വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തു എന്ന് വരില്ല. അപ്പം അങ്ങനെയുമുള്ള ആൺകുട്ടികളുണ്ട്. അപ്പം അവരും അടയാളപ്പെടുത്തണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു ഫെമിനിസം എന്നുള്ള വാക്കിന് നമ്മളിപ്പോൾ ഒരു ഗൂഗിൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അതിനൊരു പർട്ടിക്കുലർ ഡെഫിനിഷൻ ഉണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് പല ഒരു നിർവചനങ്ങളാണ് നമ്മൾ സൊസൈറ്റി കൊടുക്കുന്നത്. പലരും പല കാര്യങ്ങളാണ് പറയുന്നത്. പുരുഷന്മാരോടൊപ്പം ഈക്വാലിറ്റി വേണം, അത് അങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പം നിമ്നയുടെ ഒരു വ്യൂ പോയിന്റിൽ അതെന്താണെന്നാണ് നിമ്ന വിശ്വസിക്കുന്നത്? ഫെമിനിസം എന്നുള്ള ഒരു വേർഡ് റെലവെന്റ് ആവുന്നത് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ പ്രിവിലേജിൽ നിന്ന് സംസാരിക്കുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാവില്ല. അപ്പം എനിക്ക് ഓർമ്മയുണ്ട് ഏതൊരു ആക്ട്രസ് ആരാന്ന് ഓർമ്മയില്ല, അവർ പറയുന്ന ഒരു കാര്യം ഇപ്പം നമ്മുടെ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ഇപ്പം പെൺകുട്ടികൾ പീഡനത്തിനെതിരെ അല്ലെങ്കിൽ അവരെ മിസ്യൂസ് ചെയ്യുന്നത് അവരുടെ പ്രശ്നം കൊണ്ടാണ്. ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ, എനിക്കൊന്നും പ്രശ്നം പറ്റിയിട്ടില്ല. ബിക്കോസ് അവർ ആ പ്രിവിലേജിലാണ് സംസാരിക്കുന്നത്. ഇപ്പം ഞാനൊരു സിറ്റുവേഷനിലോട്ട് എനിക്കറിയില്ല, സ്നേഹ ഇപ്പോൾ ഈ ഒരു മീഡിയ ഇൻഡസ്ട്രിയിൽ വർക്കാണ്. സ്നേഹയ്ക്ക് ഉണ്ടാവുന്ന എക്സ്പീരിയൻസ് ആവണമെന്നില്ല ഞാൻ വരുമ്പോഴുള്ളത്. സ്നേഹയ്ക്ക് ചിലപ്പോൾ പ്രിവിലേജ് ഉണ്ടാവുന്നുണ്ടാവും, എനിക്ക് ആ പ്രിവിലേജ് ഉണ്ടാവണം എന്നില്ല. അപ്പോൾ ഫെമിനിസം സംസാരിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അത് ആക്ച്വലി ആണുങ്ങൾക്ക് കൂടെ ബെനിഫിറ്റാണ്. ആൻഡ് ആ ഫെമിനിസത്തിലോട്ട് നമ്മൾ എത്തണമെങ്കിൽ നമുക്ക് ആൺകുട്ടികളുടെ സപ്പോർട്ട് വേണം. നമ്മൾ ഒരിക്കലും പറയുന്നില്ല എനിക്ക് ആൺകുട്ടി എടുക്കുന്ന പോലെ 200 kg വെയിറ്റ് എടുക്കണം, എനിക്ക് തെങ്ങമ്മ കയറണം. ഇതൊന്നും അല്ല ഫെമിനിസം. നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഞങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ ഞങ്ങൾക്കും കിട്ടേണ്ടതാണ്. അല്ലിപ്പോൾ നമ്മളിപ്പം ഒരു കാര്യത്തിന് പെർമിഷൻ ചോദിച്ചിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ഈക്വലി ജീവിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട്. ആ അവസരങ്ങളും ഓപ്പർച്യൂണിറ്റീസും ഒരുപോലെ കിട്ടണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിന് മേലെ പോകണം അല്ലെങ്കിൽ ആണുങ്ങളെ സപ്രസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുന്നതല്ല ഫെമിനിസം. നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റീസും നമുക്ക് കിട്ടുക, എല്ലാ രീതിയിലും നമ്മൾ ഈക്വലായിട്ട് കൺവേർട്ട്. ഇപ്പം ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം
നമ്മുടെ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ആൺകുട്ടിക്ക് ട്രാൻസ്ഫർ എന്താ പറയുക അതിന് ഹയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയും ഓക്കെ അവൻ്റെ കഴിവാ, പെൺകുട്ടി കിട്ടിക്കഴിഞ്ഞാൽ അവൾ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നിട്ടാ എന്ന് പറയുന്ന ഒരു മെൻറ്റാലിറ്റി മാറണം. അവർക്കത് കിട്ടിയിട്ടുണ്ടെങ്കിൽ കഴിവുകൊണ്ടാണെങ്കിൽ നമുക്കത് കിട്ടുന്നതും കഴിവുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഈ രീതിയിൽ സംസാരിക്കപ്പെടുന്നത് എന്നുള്ളത് ആ ഒരു കാര്യം മാറണം എന്നുള്ളതാണ് ഞാൻ ഫെമിനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫെമിനിസം കംപ്ലീറ്റ് ആവുന്നത് ആ ഒരു കാര്യങ്ങൾ ആൺകുട്ടികളോട് ആ രീതി റിയലൈസ് ചെയ്തിട്ട് ആ രീതി സംസാരിക്കുമ്പോഴാണ്. ഇത് രണ്ടും ഒരേപോലെ രണ്ടുപേർക്കും കിട്ടേണ്ട കുറച്ച്. ഓക്കെ, ഇപ്പൊ ഈ പുസ്തകത്തിൽ ഞാൻ ഇതുപോലെ തന്നെ നോട്ടീസ് ചെയ്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, അതായത് സെക്ഷൽ അബ്യൂസിന്റെ കാര്യം. അതായത് ഒരുപാട് സ്ഥലങ്ങളിൽ അതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പല ആർട്ട് ഫോമിൽ, ഇപ്പം സിനിമയിലായിക്കോട്ടെ, പല പല കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾക്ക് ഒരാൾക്കൊരു സെക്ഷൽ അബ്യൂസ് നമുക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് വീട്ടിൽ പറഞ്ഞാൽ അവർ നമുക്ക് തരുന്ന റെസ്പോൺസ് ഉണ്ട്. അല്ലെങ്കിൽ പല വീടുകളും, ഒരുപാട് എല്ലാ വീടുകളും നമ്മൾ അടച്ചാക്ഷേപിക്കുന്നില്ല എങ്കിൽ പോലും കുറച്ച് വീടുകൾ നമ്മളോട് പറയുന്നത് എന്താണ്, നീ അത് അല്ലെങ്കിൽ ആരോടും പറയണ്ട, അല്ലെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ കണ്ടില്ല കേട്ടില്ല വെക്കണം, കാരണം പുറത്തറിഞ്ഞാൽ അതെങ്ങനെ ആൾക്കാർ സ്വീകരിക്കും, നമ്മുടെ അഭിമാനമാണ് പോകുന്നത് എന്ന് പറഞ്ഞ് നമ്മളെ മാറ്റി നിർത്തുന്ന ഒരു പേരൻസ്, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വീടാണ്. നമ്മൾ വീടെന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും സേഫായിട്ട് നിൽക്കേണ്ട ഒരു പ്ലേസ് ആണ്. അപ്പം നമ്മളത് പലയിടത്തും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ എനിക്ക് ഏറ്റവും വീണ്ടും കുറച്ച് എന്താ പറയുന്നത്, ഒരു വേറിട്ട രീതിയിൽ കാണിക്കുന്നതെന്ന് തോന്നിയത്, അതായത് ഇതിന് ശേഷവും നിമ്ന ഒരു കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു ഇൻസിഡൻറ്റും കൂടെ അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ആ സെക്ഷൽ അബ്യൂസ് ചെയ്ത ഒരാൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് എന്തിനാണ് ആ വീടിന്റെ ഉമ്മർത്തിരുന്നത് അല്ലെങ്കിൽ അവിടെ കിടന്നത്, ഇതിനൊക്കെ മാറി പൊക്കൂടായിരുന്നു എന്ന് ചോദിക്കുന്ന ഒരു ഭാഗം വളരെ എവിഡന്റ് ആയിട്ട് ആ പുസ്തകത്തിൽ കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലായിടത്തും ഒന്നും അത് നമുക്ക് കാണാൻ സാധിക്കില്ല. എനിക്ക് തോന്നുന്നു അതിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് കാണിക്കുന്നതാണ്. കാരണം നമ്മൾക്ക് അത്രയും സേഫ് ആയിട്ടിരിക്കുന്ന ഒരു പ്ലേസ് ആണ് നമ്മളുടെ വീടുകൾ എന്ന് പറയുന്നത്. പക്ഷെ അവിടെ നിന്ന് നമ്മൾ നമ്മുടെ സ്പേസിൽ നിന്ന് മാറിപ്പോണം മറ്റൊരാൾക്ക് വേണ്ടി, അത് നമ്മളെ അത്രത്തോളം അബ്യൂസ് ചെയ്ത ഒരാൾക്ക് വേണ്ടി മാറിപ്പോണം എന്ന് പറഞ്ഞ ചിന്താഗതിയാണ് അവിടെ നമ്മളെ വീടുകളിൽ നിന്ന് കിട്ടുന്നത്. അപ്പം അതങ്ങനെ പ്ലേസ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു തോട്ട് എവിടുന്നാണ്? ഞാൻ ഈ സെക്ഷൽ അബ്യൂസിൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാവരും ഇപ്പം എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ അടുത്ത് സ്ഥിരമായിട്ട് പറയുന്നത്, ഇപ്പോൾ ഞാൻ ഇപ്പോൾ കുറേ മാറി കേട്ടോ. അപ്പം ഞാൻ ഇപ്പോഴും പറയാം, എൻ്റെ കൂടെ വളർന്നിട്ടുള്ള ആളാണ് എൻ്റെ അമ്മ എന്ന് ഞാൻ പറയും. അപ്പോൾ അവരുടെ പണ്ടത്തെ തോട്ടിൽ നിന്ന് ഇപ്പോൾ അവർ ഒരുപാട് മാറി. പക്ഷെ പണ്ടൊക്കെ പറഞ്ഞിട്ടുള്ളത് വീടാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള പ്ലേസ്, അത് വിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാം പോയി, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും, ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് നമ്മുടെ എല്ലാ ട്രോമാസും ഫസ്റ്റ് വിത്തിടുന്നത് നമ്മളെ വീട്ടിൽ നിന്നാണ് അല്ലെ. ഇപ്പൊ നമ്മൾ ജനിച്ച അപ്പം തന്നെ നമ്മളെ നോക്കിയിട്ട് നമ്മുടെ കുറവുകൾ ആദ്യം ചൂണ്ടിക്കാട്ടുന്നത് നമ്മളെ ഫാമിലിയിലുള്ള ആരെങ്കിലും തന്നെയായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഡ്രസ്സ് നിനക്ക് ചേരില്ല, നിന്റെ ഫേസ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നീ മറ്റുള്ളവരെ കണ്ട് പഠിക്കുന്നൊക്കെ നമുക്ക് ആദ്യം കിട്ടുന്നത് എവിടെ നിന്നാണ്? ഈ സൊസൈറ്റിയുടെ ഏറ്റവും മിനിമൽ ഫോം ആയിട്ടുള്ള ഫാമിലിയിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഫാമിലി എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് ഓവർ ഗ്ലോറിഫൈ ചെയ്തിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് നമ്മുടെ കേരളത്തിലെ ഫാമിലീസ്. എനിക്കറിയില്ല ബാക്കിയുള്ളവർ, അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണലി. അപ്പോൾ ഈ സെക്ഷൽ അബ്യൂസിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളിപ്പോൾ എത്ര ഒരു പെൺകുട്ടീനെ സംബന്ധിച്ച് ഏതെങ്കിലും ലൈഫിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എവിടെയെങ്കിലും ഒരു പോയിന്റിൽ വെച്ചിട്ട് അവർ സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അത് എങ്ങനെ വന്നാലും ഉണ്ടാവും. പക്ഷേ ആൾക്കാർ അതിനെക്കുറിച്ച് ഓപ്പണായിട്ട് സംസാരിക്കാന്നുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ കുറേ റിസർച്ചും ആർട്ടിക്കിൾസും വായിച്ചില്ല, ഏറ്റവും കൂടുതൽ അത് നടക്കുന്നത് സ്വന്തം വീടുകളിൽ നിന്നാണ്. അവർക്ക് ഒരുപാട് പ്രിയപ്പെട്ടവർ, ഒരുപാട് സേഫ് ആണെന്ന് തോന്നുന്ന പ്ലേസിൽ നിന്നാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് നടക്കുന്ന സമയത്ത് അവർക്ക് മേ ബി അത് റിയലൈസ് ചെയ്യാൻ പോലും പറ്റുന്നുണ്ടാവില്ല ഇതാണ് വന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു കാര്യം ബ്രേക്ക് ചെയ്യണം എന്നുണ്ടായിരുന്നു. കാരണം അതിഥി എന്നുള്ളൊരു പെൺകുട്ടി പുറത്ത് പോയിട്ട് പഠിച്ചിട്ട്, അല്ലെങ്കിൽ അവൾ ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി, അങ്ങനെ നിൽക്കുന്ന സമയത്ത് എല്ലാവരും ചോദിക്കും ഇവർക്ക് ഇതൊക്കെ വന്നത് ഇവളിപ്പോൾ പുറത്ത് പോയതുകൊണ്ടല്ലേ ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും വന്നത്, വീട്ടിൽ നിൽക്കുമ്പോൾ അവൾക്ക് ഇതേ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് എന്ന് കാണിക്കുന്ന ഒരു സാധനം. ഇപ്പം അങ്കിൾ അവളെ രീതിയിൽ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അവൾ ചോദിക്കും ഇപ്പം അതിൻ്റെ എങ്ങനെയാണ് അവർ പുറത്തൊരാളെ ട്രസ്റ്റ് ചെയ്തിട്ട് അവളവിടെ പോയിട്ടല്ലേ പിടിക്കുന്നില്ല എന്ന് പറയുന്ന സമയത്ത് വീട്ടിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ആ സെയിം കാര്യം വീട്ടിലും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കുണ്ടായത് അത് അതിഥിയുടെ പോയിന്റ് ഓഫ് വ്യൂ കാണിക്കുക എന്നുള്ളതിനേക്കാളും അതിനോട് നമ്മുടെ പാരൻസ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുള്ളൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പാരൻസ് കുറച്ചുകൂടി എഡ്യൂക്കേറ്റഡ് ആണ്, അവർക്ക് അറിയാം അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം. പക്ഷേ ഞാൻ ഈ ഒരു സെയിം കൺസെപ്റ്റ് വരുന്ന ഒരു കാര്യം ഇൻസ്റ്റയിൽ ഒരു തവണ പോസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ എനിക്ക് വന്ന് ഒരുപാട് പെൺകുട്ടികളുടെ റെസ്പോൺസ് കണ്ടാൽ എനിക്ക് ഭയങ്കര ഷോക്കായി പോയത്. അപ്പോൾ ഞാനത് പറയുന്ന സമയത്ത് ഇവർ കടകളിലൊക്കെ പോയിട്ട്, എനിക്കൊരു പെൺകുട്ടി അയച്ചിട്ടുള്ള ഒരു മെസ്സേജ് ആയിരുന്നു, ഇവൾ കടയിൽ പോയിട്ട് സാധനം വാങ്ങും സ്ഥിരമായിട്ട്. അവളുടെ അച്ഛൻ പുറത്താണ്,
അപ്പോൾ സാധനം മേടിക്കുന്ന സമയത്ത് ആ കടയിലുള്ള ആൾ ഇവളത് മിസ്ബിഹേവ് ചെയ്തു. അവളത് വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ അവളുടെ അമ്മ പറഞ്ഞത്, നമുക്ക് സ്ഥിരമായിട്ട് സാധനം മേടിക്കാൻ ആ ഒരു കടയുള്ളൂ, നമുക്ക് അവിടെ ഒരുപാട് കട ഉണ്ട്, അപ്പോൾ നീ ഇതൊരു ഇഷ്യൂ ആക്കരുത്, ആളാണെങ്കിൽ ഡെയിലി വീട്ടിൽ വരുന്ന ഒരാളാണെന്ന് പറഞ്ഞിട്ട് വീട്ടുകാർ തന്നെ അത് നോർമലൈസ് ചെയ്യാണ്. ഞങ്ങൾക്കും ചൈൽഡ്ഹുഡിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്, ഞങ്ങൾ ആരും ഇതൊരു പ്രശ്നമാക്കിയിട്ട് ഒരു മീ ടു ക്യാമ്പയിനൊക്കെ വന്നപ്പോൾ എന്തോരം ഹെയ്റ്റാണ് ഒരു സ്ഥലത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ ആ രീതിയിൽ ഓപ്പണായിട്ട് പറയുന്നത് തന്നെ ഒരു ഷെയിമാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരുപാട് വീട്ടുകാരുണ്ട്. അപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് വായിക്കുന്ന പെൺകുട്ടിക്ക് തങ്ങളോട് വീട്ടുകാർ പറഞ്ഞ കാര്യങ്ങൾ റൈറ്റ് അല്ല, നമ്മളതിനൊരു വോയിസ് ഔട്ട് ചെയ്യണം. ആൻഡ് ഈ ഒരു കാര്യം ഒരു പാരൻസ് വായിക്കുകയാണെങ്കിൽ അവരവരുടെ മക്കളോട് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റൈറ്റ് ആയിരുന്നില്ല എന്നൊരു കാര്യം അവർക്ക് ഒരു എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നുള്ള രീതിയിലാണ്, ഒരു ജനറലൈസ്ഡ് വ്യൂവിൽ പറയാതെ ഡീപ്പായിട്ട് ഒരു പാരൻറ്റ് ഗേൾ എന്നുള്ള രീതിയിൽ തന്നെ അത് പ്ലേസ് ചെയ്തത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പുസ്തകം വായിച്ച സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യിപ്പിച്ചത് സത്യം പറഞ്ഞാൽ അതിഥിയുടെ പേരൻസ് തന്നെയാണ്. പ്രത്യേകിച്ച് എസ്പെഷ്യലി അമ്മ. എനിക്ക് ക്യാരക്ടറിനോട് ഭയങ്കര ഇറിറ്റേഷൻ തോന്നി. കാരണം ഓരോ തവണ വായിക്കുമ്പോഴും എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്, ചിലപ്പം ഇത്രത്തോളം എത്തിയില്ലെങ്കിൽ പോലും ചില കാര്യങ്ങൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ചില കാര്യങ്ങൾ നമ്മുടെ വീടുകളിൽ നമ്മൾ കേൾക്കുന്ന കാര്യമുണ്ട്, പക്ഷെ ഇത് എക്സ്ട്രീമാണ് ചില കാര്യങ്ങൾ. അപ്പൊ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ തോന്നി ആ ക്യാരക്ടറിനോട്. എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്, ഒരു അമ്മ ഇങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോ? അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു ക്യാരക്ടറിനെ പ്ലേസ് ചെയ്തേക്കുന്നത് ഈ ഒരു പേരൻസും കൂടെ പുസ്തകം വായിക്കുമ്പോൾ അത് മനസ്സിലാക്കണമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. കാരണം ഇപ്പോൾ ഒരു നമ്മൾ ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ ഒരു ജോലിയിൽ കയറിയതിന് ശേഷം അവർക്ക് എന്താണ് ഇപ്പം നമ്മൾ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നതുകൊണ്ടായിരിക്കാം മറ്റൊരു നാട്ടിൽ ചെല്ലുമ്പോഴത്തേക്കിന് അവിടെ സുഖമാണോ അല്ലെങ്കിൽ നീ ഓക്കെ ആണോ ഹാപ്പി ആണോ എന്നുള്ള ചോദ്യങ്ങളൊന്നും നമ്മളിലേക്ക് എത്തുന്നില്ല. പകരം എന്താണ് പറയുക, ചിലപ്പോൾ സാലറി വരുന്നുണ്ട്, സാലറി ചോദിക്കാനായിരിക്കാം വിളിക്കുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്കുള്ള ഒരു പേരന്റിങ് എല്ലാവരും കൊതിക്കുന്നുണ്ടാവാം. ഓക്കെ ആണോ ഹാപ്പി ആണോ എന്ന് എത്ര വീട്ടുകാർ ചോദിക്കുന്നു അറിയാൻ പാടില്ല. അപ്പം അതും ഒരു ഇമ്പോർട്ടന്റ് കാര്യമല്ലേ? കാരണം പേരന്റിങ് എന്നുള്ളത് വളരെ വലിയൊരു കാര്യമല്ലേ? അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എനിക്ക് തോന്നുന്നു അതാ ഞാൻ പറയുന്നത്, ആൾക്കാർക്ക് അതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാവുന്നില്ല. അവരെ വിചാരിക്കുന്നത് ചെയ്യുന്ന എല്ലാം റൈറ്റ് ആണ്. ഇപ്പം കുറേ കാലമായിട്ട് അവർ ജീവിച്ചു വന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ്, അത് ഫോളോ ചെയ്യാന്നാണ് അവർ ചെയ്യുന്നത്. അപ്പം നമ്മൾ പറയും അമ്മയും അച്ഛനും നമുക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാം നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ അത് എല്ലാ രീതിയിലും ഇപ്പം അവർ മേ ബി ഉദ്ദേശം അതായിരിക്കും, പക്ഷെ അത് എഫക്റ്റ് ചെയ്യുന്ന ആ രീതിയിലല്ല. ഇപ്പം ഞാൻ സ്നേഹയോട് ചോദിക്കുകയാണ്, സ്നേഹ ലൈഫിൽ ഏറ്റവും വേദനിച്ചിട്ടുള്ള ഒരു ദിവസം, ഏറ്റവും കരഞ്ഞിട്ടുള്ള ഒരു ദിവസം, ലൈക്ക് ഇനി മുന്നോട്ട് നടക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചിട്ട് സ്നേഹയുടെ ഫാമിലിക്ക് അറിയായിരിക്കും, ചിലപ്പോൾ അവർക്ക് അറിയണ്ടാവില്ല. അപ്പം സ്നേഹ അതിനെ എങ്ങനെ ഓവർകം ചെയ്തു, സ്നേഹയുടെ കൂടെ ആരാ ഉണ്ടായതെന്ന് അവർക്ക് അറിയില്ല. സ്നേഹയ്ക്ക് അവരുടെ നിന്ന് കിട്ടിയിട്ടുള്ള ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം എന്താണ്, സ്നേഹയുടെ ട്രോമാസ് എന്താണെന്ന് അവർക്ക് അറിയില്ല. ഇതൊന്നും അറിയാതെ ഇത്രയൊരു പോയിന്റ് വരെ അവർ നമ്മളെ നോക്കി എന്നുള്ളൊരു കാര്യം അവർ നമുക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുമായിരുന്നു. അവർ നമ്മളെ ഡിസൈഡ് ചെയ്യാണ് നിനക്ക് ഇതാണ് നല്ലത്. നമ്മളെ മനസ്സിലാക്കാതെ എങ്ങനെയാണ് അവർക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഏതാ നല്ലത് എന്നുള്ളത്. അപ്പോൾ പാരന്റിങ് അച്ഛനും അമ്മയുടെ അടുത്ത് എന്തായാലും കുട്ടികൾക്ക് ഒരു സ്നേഹം ഉണ്ടാവും അല്ലെ? ആ ഒരു സ്നേഹം ഇപ്പം ഞാനൊരു ഒരു പോയിന്റ് ഈ അടുത്ത് കണ്ട ഒരു പോയിന്റ് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. നമുക്ക് നമ്മുടെ അമ്മയുടെ അടുത്ത് ഉണ്ടാവുന്ന അധികം സ്നേഹം മേ ബി നമ്മൾ കല്യാണം കഴിച്ച് പോകുന്നൊരു വീട്ടിൽ അവിടെ ഉണ്ടാവുന്ന ഒരു അമ്മയുടെ അടുത്ത് നമുക്ക് ഉണ്ടാവണം എന്നില്ല അല്ലെ? ഈ ഒരു ഇൻലോസിൻ്റെ അടുത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു അഫെക്ഷനും ഇവരുടെ അടുത്ത് ഉണ്ടാവുന്ന ഒരു അഫെക്ഷനും ഡിഫറെൻ്റ് ആണ്. കാരണം ഇവിടെ നമുക്കൊരു ബാഗേജ് ഉണ്ട്. ബാഗേജ് എന്നല്ല ഞാൻ പറയുന്നത്, 20 വർഷത്തോളം 10, 20, 25 വർഷത്തോളം നമ്മൾ ഇവരുടെ കൂടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇവർ ചെയ്തു തന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇവർ നമുക്ക് ചെയ്തിട്ടില്ല എല്ലാം ഭയങ്കരമായിട്ട് അത് അവരുടെ കടമയാണെങ്കിൽ പോലും നമുക്ക് വേണ്ടി അവർ എന്തോ ചെയ്തു എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിന് എപ്പോഴും നിനക്ക് വേണ്ടി ഞാനിതൊക്കെ ചെയ്തില്ലേ, നിനക്ക് വേണ്ടി ഞാനിതൊക്കെ ചെയ്തില്ലേ എന്നാണ് ഇവർ ചോദിക്കുന്നത്. ജനിക്കുക എന്നുള്ളത് നമ്മുടെ ചോയ്സ് ആയിരുന്നില്ല, അത് അവരെടുത്തൊരു ചോയ്സിലാണ് നമ്മൾ ജനിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ചോയ്സിൽ ജനിച്ചു കഴിഞ്ഞിട്ട് അവരുടെ ഇഷ്ടത്തിനാണ് ഇത്രയൊരു കാലം വരെ നമ്മൾ ജീവിക്കുന്നതും ആ ഇതിനാണ്. എന്നിട്ട് നമുക്ക് അവരെ വേണ്ടി ചോയ്സ് എടുക്കുമ്പോൾ നമുക്ക് അവരുടെ അടുത്ത് എങ്ങനെ ഒരു ഡിപ്പെൻഡൻ്റ് ആണ്, നമ്മൾ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡൻ്റ് ആണ്, ഇമോഷണലി ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. പക്ഷേ ഇവിടെ പോകുന്ന സമയത്ത് നമുക്ക് ആ അറ്റാച്ച്മെന്റ് ഇല്ല. അതുകൊണ്ട് ഇവർ പറയുന്നതെല്ലാം കേൾക്കണം എന്ന് നമുക്ക് ആവശ്യമില്ല. അല്ലെങ്കിൽ ഇവരുടെ അടുത്ത് നമുക്ക് എങ്ങനെയായാലും ആ ഒരു ഓക്കെ നിങ്ങളൊരു കാര്യം പറയാൻ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലേ നമ്മളത് ചൂസ് ചെയ്യും. കാരണം അവിടെ ഒരു റൂട്ടില്ല, അവരൊരു ബാഗേജോ അല്ലെങ്കിൽ ഇവർ നമുക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ളൊരു തോട്ടും ഇല്ല. അവിടെ നമുക്ക് സ്ട്രോങ് ആയിട്ട് കുറച്ചുകൂടി നോ പറയാനും അവരെ ഇഷ്ടമില്ല എന്നുള്ള കാര്യം എക്സ്പ്രസ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഇവിടെ നമുക്കത് പറ്റില്ല, ബിക്കോസ് നമുക്ക് ആ ബാഗേജ് ഉണ്ട്. അപ്പോൾ ആ ഒരു വലിയൊരു ഡിഫറൻസ് പാരൻറ്റിങ്ങിൽ ഉണ്ട്. അപ്പോൾ ഇതിൽ തന്നെ അതിഥി പറയുന്നുണ്ട്, അതിഥി ഒരിക്കലും പാരൻറ്റിനെ മോശമായിട്ട് കാണുന്നില്ല. നമ്മളൊന്ന് മാറി നിൽക്കുമ്പോൾ നമുക്കൊന്ന് വയ്യാണ്ടാകുമ്പോൾ അമ്മയ്ക്ക്
കണ്ണ് നിറയും എന്ന് അതിഥി പറയുന്നുണ്ട്. അപ്പോൾ അതിഥിക്ക് ഇഷ്ടമാണ് അമ്മേനെ. പക്ഷെ അതേ സമയത്ത് അമ്മ അതിഥിയുടെ അടുത്ത് പറയുന്ന കാര്യങ്ങൾ അതിഥീനെ എന്തോരം ഹേർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇപ്പോൾ എല്ലാ സിനിമകളാണെങ്കിലും കാണിക്കുന്നത് അമ്മ എന്നുള്ള ആൾക്കാരുടെ സഫറിങ്സും അവർ നമുക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. അതേസമയം ഒരു പാരൻറ്റ് കുട്ടികളടുത്ത് ബിഹേവ് ചെയ്യുമ്പോൾ അവർക്ക് അത് എന്തോരം വിഷമാവും, അവരെന്തോരം ഹേർട്ടാവും എവിടെയും ഞാൻ അങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്ത് ഇത് ഞാൻ പറഞ്ഞ് എനിക്കറിയില്ല. ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ കമൻറ്റ് വരും ഇവൾ എന്താണ് ഇത് സംസാരിക്കുന്നത്. പക്ഷേ അതിനർത്ഥം ഇവരോട് സ്നേഹമില്ല എന്നുള്ളതല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാവണം. ഇപ്പം ഞാൻ അത് പറഞ്ഞില്ല, എൻ്റെ കൂടെ വളർന്നിട്ടുള്ള ആളാണ് എൻ്റെ അമ്മ. ഇപ്പോൾ ഇത്രയും കാലം അമ്മ പറയുന്നതൊക്കെ ഞാൻ കേൾക്കുക. ഒരു പോയിന്റ് ഇതപ്പോൾ എനിക്ക് മുന്നിൽ എന്തൊരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ ഇരുന്നിട്ട് ഞാൻ പറയും എനിക്കിതല്ല വേണ്ടത്, എനിക്കിതല്ല ഇഷ്ടം. മേ ബി അമ്മയ്ക്ക് ഇതായിരിക്കും ഇഷ്ടം, എനിക്കിതല്ല ഇഷ്ടം. ഇപ്പം എൻ്റെ അമ്മ പണ്ടൊന്നും എന്നെ അങ്ങനെ മോഡേൺ ഡ്രസ്സൊന്നും ഇടാൻ സമ്മതിക്കില്ലായിരുന്നു. അപ്പോൾ അമ്മ ഇങ്ങനെ പറയുന്നത് ഇതിട്ടാൽ മതി, ഇതാ രസം. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം അമ്മയ്ക്ക് അങ്ങനെ ചുരിദാർ ഇടാൻ ഇഷ്ടമല്ല എൻ്റെ അമ്മയ്ക്ക്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു നാളെ തൊട്ട് അമ്മ ചുരിദാർ ഇട്ടാൽ മതി. നമ്മൾ അതെങ്ങനെ ശരിയാവും, എനിക്കിതാ ഇഷ്ടം. ഞാൻ അതേ കാര്യമില്ല എൻ്റെ കാര്യത്തിലും അപ്ലിക്കബിൾ ആവുന്നത്. എനിക്കിതാണ് ഇഷ്ടം, അതിടാൻ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ പാരൻറ്റിങ്ങിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പിള്ളേരത് മനസ്സിലാക്കി ആ ഒരു പാരൻസിന് അവർക്ക് ഇരുന്ന് സംസാരിച്ച് അത് ചേഞ്ച് ചെയ്യാനുള്ള ഒരു സ്പേസ് വേണം എന്നാണ് തോന്നുന്നത്. ഈ പുസ്തകം വായിച്ച ഏതെങ്കിലും പേരൻസ് എന്തെങ്കിലും പറഞ്ഞ് എതിരഭിപ്രായം എന്തെങ്കിലും പറഞ്ഞ് അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് വന്നിട്ടുണ്ടോ? പാരൻസ് ഞാൻ ആക്ച്വലി വിചാരിച്ചത് ഒരു 18 മുതൽ 30 വരെ ഏജിലാണ് ഈ ബുക്ക് വർക്ക് ആവുന്നതാണ്. പക്ഷെ എനിക്ക് വന്നിട്ടുള്ള ഒരുപാട് ഇപ്പോൾ ദർശന രാജേന്ദ്രൻ്റെ അമ്മ എന്നെ വിളിക്കേണ്ടായി. അവരെ വിളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ ബുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എനിക്ക് വായിച്ചിട്ട്. അപ്പോൾ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്കിടയിലേക്ക് ബുക്ക് ഭയങ്കരമായിട്ട് എത്തുന്നുണ്ട്, അവർക്ക് ആ ബുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവുന്നുണ്ട്. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഒരു അമ്മ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ മോളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു ഇതിങ്ങനെ പറഞ്ഞാൽ ശരിയല്ല, അപ്പോൾ എനിക്കിപ്പോൾ ഭയങ്കര വിഷമമാണ് അവളെ കാണുന്ന സമയത്ത്, അപ്പോൾ ഫേസ് ചെയ്യാനൊരു ബുദ്ധിമുട്ടാന്നൊക്കെ അവർ വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ആളുകൾക്ക് അവർക്ക് എഡ്യൂക്കേറ്റ് ആവുന്നുണ്ട് ഈ കാര്യം അവർ ചെയ്തത് റൈറ്റ് അല്ല എന്നുള്ള കാര്യം. അത് നമ്മൾ സോഫ്റ്റായിട്ട് പറഞ്ഞു വെച്ചുകൊണ്ട് അങ്ങനെ ഒരുപാട് അമ്മമാർ എന്നെ വിളിച്ചിട്ട് ഈ ഒരു ഒപ്പീനിയൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇതിൽ ഈ ക്യാരക്ടേഴ്സിൻ്റെ കാര്യം പറയുമ്പം ദേവികയും അമലും, അപ്പം അവിടെ ഞാൻ വായിക്കുമ്പോഴത്തേന് എനിക്ക് തോന്നിയ കുറച്ച് കൺഫ്യൂഷൻസ് ആണ്. അതായത് സാക്ഷിയും അതിഥിയും നമുക്കറിയാം ആ ഒരു ക്യാരക്ടേഴ്സ്. അപ്പം അവർ പലപ്പോഴും കൊടുക്കുന്നൊരു ഉപദേശമുണ്ട്, അല്ലെങ്കിൽ നിന്റെ ശരീരം എന്താണെന്ന് നീയാണ് തീരുമാനിക്കണം, അല്ലെങ്കിൽ നിനക്ക് എന്താണ് വേണ്ടത് അത് അവനല്ല തീരുമാനിക്കണം എന്നുള്ളത്. അപ്പം നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടെന്നാണ്, അല്ലെങ്കിൽ ഒരു രണ്ട് പ്രണയിതാക്കള് അവർ ചിലപ്പോൾ കമ്മിറ്റഡ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്, അല്ലെങ്കിൽ അവർ അത്രത്തോളം ജെന്യൂൻ ആയിട്ടായിരിക്കും നിൽക്കുന്നത്. പക്ഷെ അതിനിടയ്ക്കും ഇവർ പറയുന്നൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ നിന്റെ ശരീരത്തിന് എന്താണ് വേണ്ടത് നീയാണ് തീരുമാനിക്കേണ്ടത്, നിന്റെ തീരുമാനങ്ങളാണ്, നിനക്ക് ഇപ്പൊ മറ്റൊരാളായിട്ട് സെക്സ് ചെയ്യുന്നത് നിനക്ക് ഓക്കെ ആണെങ്കിൽ നീ ചെയ്യുക എന്നൊക്കെ കുറെ ഒരു പോയിന്റിൽ ഇവരിങ്ങനെ സംസാരിക്കുന്നുണ്ട് പല രീതിയിൽ. അപ്പം അതിനോടൊക്കെയുള്ള ഒരു വ്യൂ പോയിന്റ് എന്താണ്? അതിന് കാരണം വെച്ചാൽ ദേവിക ഇസ് കൺഫ്യൂസ്ഡ്. അവൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നില്ല ഒരു 18 വയസ്സൊക്കെ ആവുന്ന സമയത്ത്, അപ്പോൾ ദേവിക്ക് ആ ഒരു ഏജാണ്, ഒരു 20 എത്തിയിട്ടില്ല അവൾ, ആ ഒരു ഏജാണ്. ആ ഏജിൽ നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ള നമ്മൾ ഭയങ്കര എല്ലാവരും പറയും കോളേജ് കാലഘട്ടം നിങ്ങളെ ലൈഫ് ഇതാണ് ഏറ്റവും അടിപൊളി. എനിക്ക് തോന്നുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ പ്രഷറായി അനുഭവിക്കുന്ന ഒരു കാലഘട്ടം ഈ കോളേജ് കാലഘട്ടത്താണ്. നമ്മൾ ഇത്രയും കാലം ഒരു സേഫ് സോണിൽ നിന്നിട്ട് പെട്ടെന്ന് വേറൊരു ലോകത്തേക്ക് നമ്മൾ പറിച്ചു നടപ്പെടുക, ഒരുപാട് റെസ്പോൺസിബിലിറ്റി കാര്യങ്ങൾ, ഭയങ്കര ഒരു കൺഫ്യൂസ് സ്റ്റേജിലായിരിക്കും നമ്മൾ ഉണ്ടായിട്ടുള്ളത്. അപ്പം ഞാൻ കണ്ടിട്ടുള്ള കുറേ റിലേഷൻഷിപ്പിൽ ഇവർക്ക് ഇഷ്ടം ഉണ്ടാവും, ഇഷ്ടമില്ല എന്ന് പറയുന്നില്ല, ഇഷ്ടം ഉണ്ടാവും, പക്ഷേ അവർ ഫോഴ്സ് ചെയ്യപ്പെടുന്നുണ്ട്. അത് ഇപ്പോൾ പറഞ്ഞ് നീ എൻ്റെ കൂടെ വാന്ന് പിടിച്ചു കൊണ്ടുപോകുന്ന ഫോഴ്സിങ് അല്ല, ഒരു മാനിപ്പുലേഷൻ അവിടെ നടക്കുന്നുണ്ട്. ആ ഒരു ചെറിയൊരു മാനിപ്പുലേഷൻ ഉണ്ടാവും. അത് ആൺകുട്ടികളെയും പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവരുടെ സറൗണ്ടിങ്സ് ആണ്, അവർ ചുറ്റപ്പെടുന്ന അവരുടെ സുഹൃത്തുക്കളാണ് അതിന് മെയിനായിട്ട് കാരണം. അപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിലായിട്ട് ഇതുവരെയായിട്ടും നീ അവളെ തൊട്ടില്ലേ, ഇതുവരെയായിട്ടും നിങ്ങൾ തമ്മിലൊന്നും ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ അതൊരു കുറവാണ്. ഞാൻ പറയില്ല, ഈ ആൺകുട്ടികൾ ഉണ്ടാകുന്ന ഒരു പ്രഷറാണ്, ഒരു കുറവായിട്ട് അതിനെ ചിത്രീകരിക്കുന്ന ഒരു ഫ്രണ്ട് സർക്കിളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവർക്ക് കിട്ടുന്ന അതേ ഒരു ഫോഴ്സ് ഇവർ ഇൻഡയറക്റ്റ് ആയിട്ട് ഇവർക്കും കൊടുക്കും. ഇപ്പോൾ ഒരു ഫീമെയിൽ ഉണ്ട്, അവരുടെ അടുത്തും അത് കൊടുക്കും. അത് കൊടുത്ത സമയത്ത് ഇതിപ്പോൾ ചെയ്തില്ലെങ്കിൽ ഇപ്പം ഇവരായിട്ട് ഒരു ഇഷ്ടക്കുറവ് എനിക്കുണ്ടാവുമോ, അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു ഫീല് വരുമോ, അല്ലെങ്കിൽ എനിക്കിതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ള ഒരു കാര്യം ഇവർക്ക് തോന്നിയിട്ടാണ് എനിക്ക് തോന്നുന്നു ഹാഫ്ലി വില്ലിങ് ആയിട്ടാണ് എല്ലാവരും എന്ന് പറയുന്നില്ല, കുറേ പേര് ഇതിലോട്ട് പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് ഇപ്പം എൻ്റെ ബോഡി എൻ്റെ ചോയ്സ് എന്ന് പറയാനുള്ള ഒരു കാര്യമൊന്നും ആ റിലേഷൻഷിപ്പ് വരുമ്പോൾ നമ്മൾ അങ്ങനെ പറയില്ല. നമ്മളൊരു സ്നേഹമുള്ളൂ ആത്യന്തികമായിട്ട് അവിടെ നിൽക്കുന്ന ഒരു കാര്യം. അപ്പോൾ എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളവർക്കൊരു ഇൻസൾട്ട്. ഞാൻ ബുക്ക് വായിച്ചിട്ട് ഞാൻ പറയുന്നത്, നമ്മൾ ആൺകുട്ടികളോട് ജനറലായിട്ട് നോ പറയുന്നതും നമ്മളൊരു ഫിസിക്കൽ ഒരു സെക്ഷൽ കാര്യങ്ങളിൽ നോ പറയുമ്പോൾ അത്
എന്തോ ആണത്തത്തിനേറ്റ് അടിയായിട്ടൊക്കെ ഇവർ ഭയങ്കരമായിട്ട് കാണും. അതിൻ്റെ ഒരു മെച്യൂരിറ്റി അവർക്കും ആ പ്രായത്തിൽ ഇല്ലാഞ്ഞിട്ടാണ് ആക്ച്വലി. ഡിസ്കസ് ചെയ്യുന്ന ഒരു മാറ്ററാണ് പ്രൈവസി. ഏത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, പേരൻസും കുട്ടികളും അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ലവേഴ്സ്, ഇതിനിടയ്ക്കെല്ലാം പ്രൈവസിയുടെ കാര്യങ്ങൾ എപ്പോഴും ചർച്ചയായിട്ട് വരാറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അത് ശരിയാണോ തെറ്റാണോ എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. അത് എന്താ പറയുക, ചർച്ചകൾ ഇങ്ങനെ വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രൈവസിയുടെ കാര്യം പറയുമ്പോഴത്തേക്കിന് ലവേഴ്സിനിടയിൽ അവർ സംസാരിക്കാറുണ്ട്, എനിക്ക് പ്രൈവസി വേണം. അതൊരു പക്ഷെ രണ്ട് ഇൻഡിവിജ്വൽ ആവാം, അവർക്ക് സ്പേസ് ആവശ്യമാണ്, അത് നമുക്ക് സമ്മതിക്കാൻ പറ്റും. പക്ഷേ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിലേക്ക് വരുമ്പോഴത്തേക്കിന് നമ്മൾ ഒന്നിച്ച് ജീവിക്കാം എന്നൊരു രീതിയിലേക്കാണ് അവിടെ വരുന്നത്. അപ്പൊ അവിടെ നമുക്ക് രണ്ടുപേർക്കും സ്പേസ് വേണം. പക്ഷേ ഈ പ്രൈവസി വരുമ്പോഴത്തേന് അത് മറ്റൊരു തലത്തിലേക്ക് പോവാണ്. കാരണം ഒന്നിച്ച് ജീവിക്കാന്ന് പറഞ്ഞൊരു ഇതിലേക്കാണ് നമ്മൾ ചെന്നെത്തുന്നത്. അവിടെ പ്രൈവസിയെക്കാട്ടിലുപരി ഒരു സ്പേസ് ആണ് വേണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പ്രൈവസി ഒരു റിലേഷൻഷിപ്പിൽ വേണമെന്നാണോ വേണ്ടെന്നാണോ, അല്ലെങ്കിൽ അതിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എനിക്ക് തോന്നുന്നു ഈ പ്രൈവസി ഭയങ്കരമായിട്ട് കോറിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം ട്രസ്റ്റ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് സ്പേസ് വേണം, എനിക്ക് പ്രൈവസി വേണം എന്ന് പറയേണ്ട ആവശ്യം അവിടെ വരില്ല. ഓക്കെ, ഇപ്പോൾ പ്രൈവസി വരുന്നത് നിങ്ങൾ അവിടെ പോകണു, നിങ്ങൾ ആരോടൊക്കെ സംസാരിക്കുന്നു, നിങ്ങളുടെ ഫോണിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ആൾക്കാർ, ഇപ്പം നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന നിങ്ങളുടെ പാർട്ട്ണർക്ക് അറിയാനുള്ള ഒരു ബിഗ്, എന്തിനാ അത് അറിയണത്? ഇപ്പം എനിക്കറിയാം നീ എന്ത് ചെയ്യുകയാണെങ്കിലും നിനക്ക് ആത്യന്തികമായിട്ട് എന്നോട് ആ ഇഷ്ടമുണ്ട്, ലൈക്ക് നീ എൻ്റെ അടുത്ത് ജെനുവനായിട്ട് നിൽക്കുന്ന ഒരാളാണെന്ന് എനിക്കറിയെങ്കിൽ, ആ ട്രസ്റ്റ് എനിക്ക് നിൻ്റെ മേലെ ഉണ്ടെങ്കിൽ, നീ എന്ത് ചെയ്യുകയാണെങ്കിലും എന്നെ അത് മാറ്റർ ചെയ്യുന്ന കാര്യമല്ല. നീ എവിടെ പോകണു, നീ ആരുടെ കൂടെ പോകുന്നു, അല്ലെങ്കിൽ നിൻ്റെ ഫോണിൽ നീ ആർക്കൊക്കെ മെസ്സേജ് അയക്കുന്നു, നിൻ്റെ ഇൻസ്റ്റയിൽ നീ ആരോടൊക്കെ ചാറ്റ് ചെയ്യുന്നു. ബിക്കോസ് എനിക്കറിയാം സോളിഡായിട്ട് നമുക്കൊരു കണക്ഷൻ ഉണ്ട്, ആ കണക്ഷൻ അവിടെ തന്നെ ഉണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ പാർട്ട്ണർക്ക് പറയേണ്ട അവസ്ഥ ഉണ്ടാക്കരുത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് സ്പേസ് വേണം, എനിക്ക് പ്രൈവസി വേണം എന്ന് പറയേണ്ട അവസ്ഥയുണ്ട്. കാരണം അത് എല്ലാ മനുഷ്യർക്കും വേണ്ടേ. ഇപ്പം അച്ഛനും അമ്മയ്ക്കും ഇടയിലാണെങ്കിലും അല്ലെങ്കിൽ പാരൻസിൻ്റെ ഇടയിലാണെങ്കിലും അങ്ങനെ ഒരു കാര്യങ്ങളില്ലേ. ഇപ്പോൾ പിള്ളേരൊക്കെ ഒരു ഏജ് കഴിയുന്ന സമയത്ത് അവർക്ക് ഇൻഡിവിജ്വലായിട്ട് ഒരു റൂം കൊടുക്കുന്നില്ലേ, അവർക്കൊരു സ്പേസ് കൊടുക്കുന്നില്ല. അപ്പോൾ ആ പ്രൈവസി എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പോൾ ഏത് റിലേഷൻഷിപ്പിലാണെങ്കിലും അത് വേണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ അത് ചോദിച്ച് വാങ്ങേണ്ട അല്ലെങ്കിൽ പറഞ്ഞ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട കാര്യമൊന്നുമല്ല. അത് ഒരു ട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ ട്രസ്റ്റിൽ ഓൾറെഡി ബിൽഡ് ആവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ ഇപ്പോൾ അവൻ ആരോട് സംസാരിക്കുന്നു, എന്ത് ചെയ്യണം എന്നുള്ളതൊന്നും അത് അവൻ്റെ ലോകമല്ലേ. ഞാൻ അതിൽ പോയിട്ട് എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് ചോദിക്കാം. ലൈക്ക് ഇപ്പോൾ എനിക്ക് അതിൽ ഇൻവോൾവ് ആവേണ്ട ഒരു സിറ്റുവേഷൻ വരാണ്, എനിക്ക് ചോദിച്ചതിൽ ഇൻവോൾവ് ആവാം. പക്ഷെ അതല്ലാത്ത പക്ഷം അവൻ്റെതായിട്ടുള്ള നമുക്ക് ഈ റിലേഷൻഷിപ്പിൽ ഏറ്റവും വരുന്ന പ്രശ്നം എന്താണ്, നമ്മൾ ഒരാളായിട്ട് റിലേഷൻഷിപ്പ് ആകുമ്പോൾ തന്നെ നമ്മൾ എല്ലാം അങ്ങ് തീരെഴുതി കൊടുക്കും. നമ്മുടെ ഫേസ്ബുക്ക് പാസ്വേഡ്, ഇൻസ്റ്റാ പാസ്വേഡ് എല്ലാം നമ്മൾ കൊടുത്തിട്ട് ഒരു പോയിന്റിൽ വരുമ്പോൾ ഇവർ ഇതിലൊക്കെ കയറിയിട്ട് ഏതെങ്കിലും രീതിയിൽ ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കത് ഡിസ്റ്റർബായിട്ട് തോന്നും. അത് ചെയ്യുന്ന സമയത്ത് നമ്മളതിന് റിയാക്ട് ചെയ്യും. അപ്പം നമ്മൾ ചോദിക്കും, ആദ്യം നീ ഇതൊക്കെ നിനക്ക് ഓക്കെ ആയിരുന്നു, ഇപ്പം നിനക്കിതൊന്നും ഓക്കെ അല്ല എന്നൊരു വരുന്ന സമയത്ത് ഈവൻ ആ ഫേസ്ബുക്ക് പാസ്വേഡ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ, അത് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്കില്ലല്ലോ. അത് ഓപ്പൺ ചെയ്യില്ല എന്ന് ഇവർക്ക് അറിയെങ്കിൽ ഇവരത് യൂസ് ചെയ്യില്ല. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ട്രസ്റ്റ് എന്നൊരു കാര്യം ഉണ്ടെങ്കിൽ പ്രൈവസി എന്നുള്ളൊരു വേർഡ്, സ്പേസ് എന്നുള്ളൊരു വേർഡ് നമ്മൾ റിലേഷൻഷിപ്പിൽ ഉപയോഗിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്നാണ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു അതിഥി എന്ന് പറഞ്ഞ ക്യാരക്ടർ പലപ്പോഴായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ അതിഥിയോട് മറ്റുള്ളവർ പറഞ്ഞ കാര്യമുണ്ട്, നിനക്ക് എന്താണ് ഒന്നിലും ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റാത്തത്, അല്ലെങ്കിൽ നീ ഈ നഗരം എന്തുകൊണ്ട് വെറുക്കുന്നു, അല്ലെങ്കിൽ അത് തന്നെ പറയുന്നുണ്ട് എനിക്ക് ഈ നഗരം വെറുത്ത് തുടങ്ങി എന്നുള്ളത്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മളിപ്പോ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്ത് പോയാലും നമ്മുടെ കൂടെ നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ്, അല്ലെങ്കിൽ നമ്മൾ അത്രത്തോളം വെറുക്കുന്ന ഒരാളാണെങ്കിൽ ആ ഒരു സ്ഥലത്തിന് ഒട്ടും മനോഹാരിത നമുക്ക് തോന്നില്ല. ആ ഒരു സ്ഥലം പോലും നമുക്ക് വെറുക്കപ്പെടും. അതേസമയം ഒട്ടും മോശമായൊരു സ്ഥലത്ത് പോയാൽ പോലും, ഒരു മരുഭൂമി പോയി നിന്നാൽ പോലും നമ്മൾ അത്രത്തോളം പ്രിയപ്പെട്ട ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്ത് നമുക്ക് ഭയങ്കരമായിട്ടൊരു ഭംഗി തോന്നും അല്ലേ. അപ്പോൾ ഈ ഒരു പുസ്തകം ഫുൾ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, നിമ്മിക്ക് ഏതെങ്കിലും ഒരു സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ലൈഫിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ അങ്ങനെ വെറുക്കപ്പെട്ടൊരു സ്ഥലമോ അങ്ങനെ ഒരു വ്യക്തിയോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് തോന്നി, ഞാൻ ലൈഫിൽ പഠിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഹാപ്പിനെസ് കംപ്ലീറ്റ് ആവുന്നത് ഷെയർ ചെയ്യപ്പെടുമ്പോഴാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു കൊറോണയുടെ ഒരു സമയത്ത് എൻ്റെ ലൈഫിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുക പറയുന്നത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതെല്ലാം കഴിഞ്ഞ് ഞാൻ വർക്ക് ചെയ്ത സമയത്ത് വലിയൊരു പ്രൊമോഷൻ കിട്ടി. എനിക്ക് വലിയൊരു പ്രൊമോഷൻ കിട്ടി. അപ്പം ഓഫീസിലെല്ലാവരും ഭയങ്കരമായിട്ട് ജലസായിട്ട് പോകും, അവർക്കിത് കിട്ടി. ഞാൻ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടൊരു കാര്യം എനിക്ക് കിട്ടി. എന്നിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഞാനന്നൊരു ഈവനിങ് ആണ് എനിക്ക് ആ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് എനിക്കൊന്നും ഫീൽ ആവുന്നില്ല. എനിക്ക് ആ മീറ്റിംഗ് കഴിഞ്ഞ് എനിക്ക് പ്രൊമോഷൻ കിട്ടി, ഓക്കെ, എനിക്കിപ്പോൾ ഇതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഓക്കെ എനിക്ക് പൈസ കിട്ടും, ഓക്കെ, ഇതുകൊണ്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാനിത് ഷെയർ ചെയ്യുന്ന സമയത്ത് ആണോ നിനക്കത് കിട്ടിയോ, ലൈക്ക് ഐ എം സോ പ്രൗഡ് ഓഫ് യു എന്ന് പറയാൻ എനിക്ക് ആരും ഇല്ലെങ്കിൽ
അത് ഭയങ്കര ഒരു എംപ്റ്റി സ്പേസ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതുകൊണ്ട് എന്ത് ചെയ്യണം എന്നറിയാതെ ഞാനിങ്ങനെ തരിച്ചിരുന്നൊരു പോയിന്റിലാണ് ഞാൻ മനസ്സിലാക്കിയത്, ഇത് ഷെയർ ചെയ്യാനുള്ള ആരെങ്കിലും വേണം. നമുക്കൊരു സന്തോഷം നമുക്ക് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് കോൾ എടുത്ത് ഇത് ഉണ്ടായി എന്ന് പറയുമ്പോൾ നമ്മളൊരു അച്ചീവ്മെൻറ്റിൽ ഹാപ്പി ആവുന്ന ഒരാൾ നമുക്കില്ലെങ്കിൽ അത് ഭയങ്കരമായിട്ടുള്ള ഒരു എംപ്റ്റി ആയിട്ടുള്ള ഒരു സ്പേസ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ഈ മനുഷ്യന്മാർ, നമുക്ക് എത്രയോളം അടുപ്പുള്ള മനുഷ്യന്മാർ ലൈഫിൽ വേണമെന്ന് ഞാൻ മനസ്സിലാക്കിയത് ആ ഒരു പോയിന്റിലാണ്. ഈ പുസ്തകം പറഞ്ഞു വെക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് സെൽഫ് ലവ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ ഒരു ഹാപ്പിനെസ് മറ്റൊരാളിലല്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നു. പക്ഷേ ഇപ്പം നിന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, അതെനിക്ക് വളരെ പേഴ്സണലി തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ എത്രത്തോളം ഈ ലോകം കീഴടക്കിയെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ നമ്മൾ അത്രത്തോളം പീക്കിൽ ഹാപ്പി ആയിട്ട് നിൽക്കും പോലും നമ്മൾക്കൊരു പേഴ്സൺ വേണം അല്ലേ, നമ്മൾക്കൊരു ഇടം വേണമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മളെ എല്ലാം കഴിഞ്ഞൊന്ന് കയറി ചെല്ലാൻ അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കാൻ, അല്ലെങ്കിൽ നമ്മൾക്കൊരു അത്രത്തോളം അൾട്ടിമേറ്റ് ഹാപ്പിനെസ് വരുമ്പം നമുക്കൊരാൾ വേണം ഷെയർ ചെയ്യാൻ. അല്ലെങ്കിൽ ചിലപ്പം അത് നമുക്ക് എല്ലാവർക്കും ഓരോ വ്യക്തിയായിരിക്കാം നമുക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പക്ഷെ ആ ഒരു വ്യക്തിയുടെ എംപ്റ്റിനെസ് ലൈഫിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കിന് ഈ ഒരു ഹാപ്പിനെസ്സിനൊന്നും ഒരു അർത്ഥമില്ലെന്ന് നമുക്ക് പലപ്പോഴും തോന്നും. കാരണം നമുക്ക് ഷെയർ ചെയ്യപ്പെടുമ്പോഴായിരിക്കും ചിലപ്പം അത് പൂർണ്ണതയിൽ എത്തുന്നത്. അപ്പോൾ ഈ ഒരു സെൽഫ് ലവിനപ്പുറത്തേക്ക് നമ്മളുടെ ലൈഫിലേക്ക് ഓരോരോ ഇടങ്ങൾ വേണ്ടേ നമുക്ക്? സെൽഫ് ലവ് എന്ന് പറയുന്നത് നമ്മളിലേക്ക് തന്നെ ചുരുങ്ങുന്ന ഒരു പ്രക്രിയ അല്ല സെൽഫ് ലവ്. ഒരാൾ സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ ചുറ്റുപാടുകളും അതേപോലെ ബ്യൂട്ടിഫുൾ ആവുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എനിക്കൊരാളെ സ്നേഹിക്കണം എന്ന് വിചാരിക്കും. അപ്പോൾ എനിക്ക് ഒരാൾക്കൊരു വെള്ളം കൊടുക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ വെള്ളം വേണമല്ലോ, ഒഴിച്ചു കൊടുക്കാൻ എൻ്റെ കയ്യിൽ വെള്ളം ഉണ്ടല്ലോ. എംപ്റ്റി ആയിട്ടുള്ള ഒരു വെസലിന് ഞാൻ എങ്ങനെയാണ് ഒരാൾക്ക് വാട്ടർ കൊടുക്കുന്നത്, അതേപോലെയാണ് മറ്റുള്ളവരെ സ്നേഹിക്കുക എന്ന് പറയുന്ന കാര്യം. എൻ്റെ ഉള്ളിൽ ആ സ്നേഹം ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് വേറെ ആൾക്ക് ആ സ്നേഹം കൊടുക്കുന്നതെന്നാണ് ഞാൻ ചിന്തിക്കാറുള്ളത്. എനിക്ക് എന്നെ സ്നേഹിക്കാൻ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്ക് ചുറ്റുമുള്ള ഒരാളെ എങ്ങനെയാണ് സ്നേഹിക്കാൻ ആക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നത്? അത് സ്നേഹം ആവില്ല, അത് ഒരിക്കലും ഒരു കംപ്ലീറ്റ് സ്നേഹം ആവില്ല. അപ്പോൾ സെൽഫ് ലവ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ആളുകൾ വേണ്ട എന്നുള്ളതല്ല. നമുക്ക് എപ്പോഴും നമ്മുടെ ചുറ്റും നമ്മളെ സ്നേഹിക്കുന്ന ആളുകളെ വേണം. അപ്പം ഞാൻ എപ്പോഴും റിലേഷൻഷിപ്പിലേക്ക് ആവുന്ന ആൾക്കാരോട് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ പുറത്തൊക്കെ പോയിട്ട് നിങ്ങൾ പഠിക്കാനൊക്കെ പോയിട്ട് വീട്ടിലൂടെ വരുന്ന സമയത്ത് ഏതൊരു അർദ്ധരാത്രി വിളിച്ചാലും വേണം ഞാൻ ബസ് സ്റ്റാൻഡിലുണ്ട് ഇനി ഒന്ന് പിക്ക് ചെയ്യുമെന്ന് പറയുമ്പോൾ വരാൻ സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കണം. ഒരു സിനിമ ഇറങ്ങി ഫസ്റ്റ് ഷോയ്ക്ക് വാ നമുക്ക് സിനിമയ്ക്ക് പോകാമെന്ന് പറയുമ്പോൾ അതിന് പോകാനുള്ള സുഹൃത്തുക്കൾ നമുക്ക് വേണം. അല്ലെങ്കിൽ നമ്മളൊരു ഓണം വിഷു പോലെ ആഘോഷം വരുന്ന സമയത്ത് നമുക്ക് കൂടാൻ നമുക്ക് നല്ലൊരു ഫാമിലി വേണം. അങ്ങനെ ഒരുപാട് ഇടങ്ങൾ നമുക്ക് ഉണ്ടാവുമ്പോഴാണ് ലൈഫ് ബ്യൂട്ടിഫുൾ ആവുന്നത്. നമ്മൾ ഒരാൾ ഒരു റൂമിലിരുന്ന് ഓക്കെ ഞാൻ ഇതൊക്കെ നേടിയെന്ന് പറയുന്നതിനേക്കാളും ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്, അതേപോലെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്ന ഒരുപാട് പേര് നമ്മളെ ചുറ്റും ഉണ്ടാവുന്ന സമയത്താണ് ലൈഫ് ബ്യൂട്ടിഫുൾ ആവുന്നത്. എനിക്ക് എൻ്റെ ഹാപ്പിനെസ് ഞാൻ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ ചുറ്റുമുള്ള നല്ല മനുഷ്യരിലാണ്. അവർ നമ്മളോട് റിയാക്ട് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ അവർ കാര്യങ്ങൾ നോക്കിക്കാണുന്ന രീതി എന്നൊക്കെ ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഞാൻ എന്നെ സ്നേഹിക്കാൻ പഠിച്ചത് തന്നെ ഞാൻ മറ്റുള്ളവർ വരും അവരെ സ്നേഹിക്കുന്നത് കണ്ടിട്ടാണ്. അപ്പോൾ സെൽഫ് ലവ് ഒരിക്കലും നമ്മളിലേക്ക് ഒതുങ്ങുന്ന പ്രക്രിയയല്ല. നമ്മളെ കുറച്ചുകൂടി വിശാലമാക്കിയിട്ട് നമ്മളെ ചുറ്റുമുള്ള ആളുകളെയും അതേ ഒരു രീതിയിൽ ആക്സെപ്റ്റ് ചെയ്ത് സ്നേഹിച്ച് കൂടെ നിർത്തുന്നത് കൂടിയാണ് സെൽഫ് ലവ് എന്ന്. ഈ പുസ്തകത്തിനകത്ത് വളരെ സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്, അതിലെ ഓർക്കിഡ് പൂക്കളാണ്. കാരണം ഞാനതിങ്ങനെ വായിച്ചപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, കാരണം ഒരുപാട് പൂക്കളുണ്ടല്ലേ, റോസാപ്പൂക്കളുണ്ട്, അല്ലെങ്കിൽ കൊടുക്കാൻ ഒരുപാട് പൂക്കൾ നമുക്ക് ചുറ്റിനുമുണ്ട്. പക്ഷെ അവിടെ സ്പെഷ്യലി പറഞ്ഞിരിക്കുന്നത് ഓർക്കിഡ് പൂക്കളെ പറ്റിയാണ്. അതും പല സമയത്ത് പല കളർ പൂക്കൾ, ലാസ്റ്റിൽ വരുമ്പോഴത്തേക്കിനും മിക്സഡ് ആയിട്ടുള്ള ഒരു പൂക്കളാണ് ശരൺ അതിഥിക്ക് നൽകുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് വെറുതെ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്തേക്കിനെ ഗൂഗിൾ തപ്പിയപ്പോഴത്തേക്കിന് ഒരു പേജിൽ എനിക്ക് കാണാൻ സാധിച്ചത് ലോകത്തെ ഏറ്റവും മനോഹരമായിട്ട് ദൈവം സൃഷ്ടിച്ചൊരു പൂക്കളാണ് ഓർക്കിഡ് പൂക്കള്. അത് പെട്ടെന്നൊന്നും അങ്ങനെ വാടില്ല, വാടി തളർന്നു പോവില്ല. അപ്പം ആ ഒരു എലമെന്റ് കൂടി വെച്ചിട്ടാണോ ആ ഒരു ഓർക്കിഡ് പൂക്കൾ അവിടെ പ്ലേസ് ചെയ്തത്? മറ്റെന്തെങ്കിലും റീസൺ ഉണ്ടായിരുന്നോ? എന്താണ് ഓർക്കിഡ് പൂക്കൾ തന്നെ അവിടെ പ്ലേസ് ചെയ്യാൻ കാരണം? എനിക്ക് ഇപ്പോൾ അതിൻ്റെ രണ്ട് രീതിയിൽ കാണുന്ന ആളുകളുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രണയത്തിൽ പൂക്കൾ കൊടുക്കുന്നത് ഭയങ്കര ക്ലീശയാണ്, എന്തിനാ അതെന്നൊക്കെ ചോദിച്ച്. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായ ആളെടുത്ത് ഞാൻ ഫ്ലവറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആളെൻ്റെ അടുത്ത് പറയുന്നത് ഫ്ലവർ ഉണ്ടാവുന്നത് ഒരു ചെടിയിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഫ്ലവർ പറിക്കാൻ തോന്നുന്നത്? അപ്പോൾ ഞാൻ ഈശ്വര ഇത്ര ക്രിട്ടിക്കായിട്ടുള്ളതൊന്നും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഒരാൾ ഫ്ലവർ വരുക എന്ന് പറയുമ്പോൾ ഞാനത് എൻ്റെ ലൈഫിലില്ലേ, ഞാനിപ്പോൾ അതൊരു ആൺകുട്ടിക്ക് മാത്രമല്ല ഞാൻ പെൺകുട്ടിക്ക് ഫ്ലവർ കൊടുക്കാറുണ്ട്. ഇപ്പം എൻ്റെ ഓഫീസിലൊക്കെ ഏതെങ്കിലും കുട്ടികൾക്ക് ഭയങ്കര ഡൗൺ ആയിട്ടൊരു ദിവസമൊക്കെ ഇരിക്കുവാണെങ്കിൽ ഞാൻ സെക്കൻഡ് ഡേ പോകുമ്പോൾ ഞാൻ അവർക്കൊരു ബൊക്കെ മേടിച്ച് കൊടുക്കും. എനിക്ക് ഹാപ്പിനെസ് തരുന്നത് ഫ്ലവേഴ്സ് എന്നെ ഹാപ്പി ആക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ സ്ഥിരമായിട്ട് സെൽഫ് ഡേറ്റിന് പോകുന്ന ആളാണ്. അപ്പം ഞാൻ സെൽഫ് ഡേറ്റിന് പോകുമ്പോൾ ഞാൻ നന്നായിട്ട് കുളിച്ചൊരുങ്ങി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാൻ നേരെ പോയിട്ട് ഒരു ഫ്ലവർ ഷോപ്പ് ഇട്ടിട്ട് ഫ്ലവർ മേടിച്ച് കയ്യിൽ വെക്കും. ആർക്കും വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടിയിട്ട്. എനിക്കത് കാണുമ്പോൾ എനിക്കൊരു ഹാപ്പിനെസ് ഉണ്ട്, അത് വേറൊരാളെയും ഹാം ചെയ്യാത്തൊരു ഹാപ്പിനെസ് ആണ്. അപ്പോൾ നമ്മൾ പറയാം നമ്മളൊരു ബുക്ക് എഴുതുമ്പോൾ നമ്മുടെ എന്തെങ്കിലുമൊക്കെ എലമെൻറ്റ് എന്തായാലും ആ ബുക്കിൽ വരും എന്നില്ല. അപ്പോൾ എനിക്കത് എൻ്റെ ഒരു എലമെൻറ്റ്
റെലവൻ്റ് ആയിട്ട് ആ ബുക്കിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഫ്ലവേഴ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആരെങ്കിലും എനിക്ക് ഫ്ലവേഴ്സ്, എനിക്ക് അതൊക്കെയാണ് ഹാപ്പി ആവുന്ന കാര്യങ്ങൾ. അപ്പോൾ ആ ഓർക്കിഡ് കൊടുക്കുന്ന ഒരു കാരണം ശരൺ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതിഥി ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഓർക്കിഡ് തന്നെ മേടിക്കുന്നത്, എന്തോരം പൂക്കൾ വരേണ്ടത് പറയുമ്പോൾ നമ്മൾ പൊതുവെ ഒരു കാര്യം ഓർക്കിഡിനെ കുറിച്ച് പറയുന്നത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്, നമ്മൾ മെമ്മറൈസ് ചെയ്യേണ്ട മൊമെൻറ്റ്സിലാണ് ഈ ഓർക്കിഡ് പൂക്കൾ കൊടുക്കുന്നത്. ഇപ്പോൾ പുറത്തൊക്കെ വെഡ്ഡിങ്സിനൊക്കെ ഓർക്കിഡ് പൂക്കൾ നന്നായിട്ട് യൂസ് ചെയ്യും. അതൊരു എപ്പോഴും ഫ്രെയിം ചെയ്ത് വെക്കേണ്ട മെമ്മറീസിലൊക്കെ അല്ലെ ഹാപ്പി ആയിട്ടുള്ള പോയിന്റിലൊക്കെ ഓർക്കിഡ് കൊടുക്കുന്ന പറയുമ്പോൾ ശരൺ പറയുന്നുണ്ട് നിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന എല്ലാ മൊമെൻറ്റ്സും എനിക്ക് അത്ര സ്പെഷ്യലാണ്, അതുകൊണ്ടാണ് ഞാൻ നിനക്ക് ഓർക്കിഡ് തരുന്നത്. അപ്പോൾ എനിക്ക് ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് കുറേ പേര് വിളിക്കുക പറയും ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് ചേച്ചി ഞാൻ ഓർക്കിഡ് കണ്ടു അവിടെ, അപ്പോൾ എനിക്ക് ചേച്ചിയുടെ ഓർമ്മ വന്നു. അതെനിക്കൊരു സ്വാർത്ഥമായിട്ടുള്ളൊരു സന്തോഷം എനിക്ക് കിട്ടും. ഓക്കെ, ഓർക്കിഡ് കാണുമ്പോൾ ഒരാൾക്ക് നമ്മൾ ഓർമ്മ വരും, അത് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതെനിക്ക് തോന്നുന്നു ആൾക്കാർ കുറേ സ്നേഹം എക്സ്പ്രസ് ചെയ്യേണ്ടതുണ്ട്. സ്നേഹം എക്സ്പ്രസ് ചെയ്യാന്ന് പറയുമ്പോൾ എനിക്ക് സ്നേഹമുണ്ട്. ഇപ്പോൾ മാധവിക്കുട്ടി പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് സ്നേഹമുണ്ട്, ശവക്കലറിയിൽ വന്നിട്ട് പൂവിട്ട് കഴിഞ്ഞാൽ ഞാൻ അറിയോ, സ്നേഹം ഉണ്ടെങ്കിൽ എനിക്കത് പ്രകടമായിട്ട് തന്നെ വേണമെന്ന് പറയുമ്പോൾ അത് സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്ന എന്ത് സിമ്പിൾ വേ ആണെങ്കിൽ യു ഷുഡ് ഡു ഇറ്റ്. അത് നിങ്ങൾ ഓർക്കിഡ് പൂ തന്നെ മേടിക്കണമെന്നില്ല, നിങ്ങൾ പുറത്തുള്ളത് ചെമ്പരത്തി കുറച്ച് വരച്ച് കൊടുത്താലും ഇറ്റ്സ് ഓക്കെ, അതൊരു സ്നേഹമാണ്. അപ്പോൾ സ്നേഹം എക്സ്പ്രസ് ചെയ്യാന്നുള്ളതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിട്ടാണ് അതിൽ ഓർക്കിഡ് ഞാൻ പ്ലേസ് ചെയ്തത്. ഓക്കെ, ഒരു ചോദ്യം കൂടെ ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാരണം ഇതിൽ ശരൺ എന്നുള്ളൊരു ക്യാരക്ടർ, ശരണിന്റെയും അതിഥിയുടെയും ഒരു പ്രണയമായിരിക്കാം ഒരു അവസാന ഭാഗത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് നൊമ്പരമായിട്ട് ബാക്കി നിൽക്കുന്നത്. അപ്പോൾ ഒരു റിലേഷൻഷിപ്പ്, അത് എന്ത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ലാസ്റ്റ് പറഞ്ഞു വെക്കുന്നൊരു കാര്യമാണ്. അതിഥി ശരണിനോട് പറയുന്നുണ്ട്, ഇപ്പോൾ നീ പോയത് എന്തിനാണെന്ന് എനിക്ക് അറിയണ്ട, അല്ലെങ്കിൽ ആ കാരണം എനിക്ക് അറിയണമെന്ന് ആഗ്രഹമില്ല, ഞാൻ നിന്നോട് എപ്പോഴും ക്ഷമിച്ചു കഴിഞ്ഞു, പക്ഷെ ആ ഒരു കാരണം പറഞ്ഞാൽ ചിലപ്പം എൻ്റെ മനസ്സ് മാറിയാലോ എന്നുള്ളത്. അപ്പം നിമ്നയ്ക്ക് എന്താണ് തോന്നുന്നത്, ചില റിലേഷൻഷിപ്പിൽ നിന്ന് നമ്മുടെ ലൈഫിൽ നിന്ന് ചിലർ ഇറങ്ങി പോകുമ്പോൾ റീസൺസ് അറിയാത്തതാണ് ഏറ്റവും ബെറ്റർ ചിലപ്പോഴൊക്കെ? എനിക്ക് ഒരു പോയിന്റ് വരെ എനിക്ക് റീസൺ അറിയുന്നത് ഭയങ്കര നിർബന്ധമായിരുന്നു. ഞാൻ അവരെ പിറകെ പോയി ചോദിക്കും നീ എന്തിനാണ് എന്നെ കളഞ്ഞു പോയത്, എനിക്ക് റീസൺ അറിയണം. പിന്നെ ഒരു പോയിന്റ് എത്തിയപ്പോൾ ഞാൻ മനസ്സിലാക്കി അതിലൊരു കാര്യമില്ല, അതിൻ്റെ എൻഡ് റിസൾട്ട് അവർക്ക് നമ്മളെ വേണ്ടാന്നാണ്. വേണ്ട, നോ മീൻസ് നോ, വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട, എന്നെ വേണ്ട, എന്ത് റീസണും ആയിരിക്കട്ടെ, എന്ത് റീസണിൻ്റെ പേരിലും എന്നെ വേണ്ട എന്ന് പറഞ്ഞ ഒരാളെടുത്ത് ആൾ എൻ്റെ മേലെ ഗിവ് അപ്പ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ആ ആളുടെ അടുത്ത് ഞാൻ പോയിട്ട് വീണ്ടും എന്നെ സ്വീകരിക്കുമെന്ന് പറയുമ്പോൾ ഞാൻ കൂടെ എൻ്റെ മേലെ ഗിവ് അപ്പ് ചെയ്യല്ലേ. ഓക്കെ, ആളെനിക്ക് കൊടുക്കാത്ത സ്നേഹം, സെൽഫ് റെസ്പെക്റ്റ്, വാല്യൂ ഒക്കെ ഞാനും എനിക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതിനല്ലേ അർത്ഥം. എല്ലാവരും നമ്മുടെ അടുത്ത് നോ പറയുമ്പോൾ നമ്മുടെ അടുത്ത് യെസ് പറയാൻ ലൈഫിൽ ആരെങ്കിലും ഒരാൾ വേണം, ആ ഒരാൾ നമ്മൾ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അവിടെ ഒരു ക്ലോഷർ കിട്ടിയോണ്ട് ഇപ്പോൾ ചില ആൾക്കാർക്ക് ഉണ്ടാവും എനിക്ക് റീസൺ അറിയണം, റീസൺ അറിഞ്ഞേ തീരും എന്നാൽ എനിക്ക് മൂവ് ഓൺ ആവുന്നത്. അത് റീസൺ അറിയാന്നുള്ളൊരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യം എനിക്കിപ്പോൾ തോന്നിയിട്ടില്ല. ഇപ്പോൾ അവർ പറയുന്ന റീസൺസിൽ നമ്മൾ ഫിറ്റ് ആവാൻ വേണ്ടി നമ്മൾ ചേഞ്ച് ചെയ്യും. ഓക്കെ, ഇപ്പോൾ അവൻ പറയും നിൻ്റെ ഇന്നൊരു ക്യാരക്ടർ ഉണ്ടാ എനിക്ക് നിൻ്റെ കൂടെ വരാൻ പറ്റാത്തതെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളത് ചേഞ്ച് ചെയ്യാൻ നോക്കും. അത് ചേഞ്ച് ചെയ്ത് നമ്മളല്ലാതെ അവരുടെ കൂടെ നിൽക്കാൻ നമ്മൾ ശ്രമിക്കുന്ന ഒരു കാര്യം നടത്തും. അല്ലെങ്കിൽ പറയും എൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെയാണ്, ഇപ്പം എനിക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഹോപ്പ് വെച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും. അത് ഒരു കാര്യമില്ലാതെ നമ്മൾ കുറേ കാലം അവരെ നമ്മുടെ ലൈഫിലോട്ട് വീണ്ടും ഡ്രാഗ് ചെയ്ത് വേറൊരു ആൾക്കാർക്ക് കടന്നു വരാൻ സ്പേസ് കൊടുക്കാതെ നമ്മളെ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ഇരിക്കും. എൻ്റെ അടുത്ത് ഒരേ പേര് മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ സിറ്റുവേഷൻ കൊണ്ട് അവൻ എന്നെ വേണ്ടാന്ന് പറഞ്ഞത്, അവനെന്നോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യാം. ഇവൻ കല്യാണം കഴിഞ്ഞ ആളുകൾ പോലും ഇപ്പോഴും അവർ പറയും എൻ്റെ ശരീരം മാത്രമേ ഇവിടെ ഉള്ളൂ, മനസ്സ് അവിടെ ഉള്ളൂ എന്നൊക്കെ പറയും. അവർ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ടാവും, ഇവരിപ്പോഴും അതിൽ സ്റ്റെക്കാണ്. അപ്പോൾ അങ്ങനെ ഒരു ഹോപ്പ് വെച്ച് നമ്മൾ മുന്നോട്ട് പോയതുകൊണ്ട് ഒരു കാര്യമില്ല. നോ എന്ന് പറഞ്ഞാൽ നോ തന്നെയാണ്. ആ നോ ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് നടക്കാൻ നമ്മൾ പഠിക്കണം. അതിൻ്റെ റീസൺ എന്തും ആയിരിക്കോട്ടെ, അത് അവിടെ വാലിഡ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ കഥയിൽ ഞാൻ ആ റീസൺ പറയാത്തതിൻ്റെ മെയിൻ കാരണം ഈ ബുക്ക് ഞാൻ എഴുതുമ്പോൾ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു, ഈ ബുക്ക് വായിച്ചു കഴിയുമ്പോൾ ആൾക്കാർക്ക് പല രീതിയിൽ അവരുടെ ലൈഫ് മൂവ് ഓൺ ആവാൻ പറ്റണം എന്നുള്ളത്. ഇപ്പോൾ ഞാനൊരു റീസൺ പറഞ്ഞു എന്ന് വിചാരിക്കും, അപ്പോൾ ഇത് വായിക്കുന്ന ബ്രേക്കപ്പിലൂടെ കടന്നു പോകുന്ന ഒരാൾ വിചാരിക്കുമോ ഈ റീസൺ കൊണ്ടാണല്ലോ ശരൺ നോ പറഞ്ഞത്, എൻ്റെ റീസൺ ഇതല്ലല്ലോ, അതുകൊണ്ട് എനിക്ക് വെയിറ്റ് ചെയ്യാം എന്നുള്ളൊരു തോന്നൽ ആൾക്കാർക്ക് വരും. അപ്പോൾ റീസൺ ഒരു റീസൺ അവിടെ ബ്ലാങ്ക് ആക്കി ഇടുമ്പോൾ ഇത് വായിക്കുന്ന ഓരോരുത്തർക്കും നിങ്ങളുടെ റീസൺ അവിടെ പുട്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് അതിഥി എങ്ങനെ നടന്നോ അതുപോലെ മുന്നോട്ട് നടക്കാൻ പറ്റണം എന്നുള്ള രീതിയിൽ ഞാനത് മനഃപൂർവ്വമാണ് അവിടെ ഒരു റീസൺ കൊടുക്കാത്തത്. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ലൈഫിൽ എന്തും ആയിക്കോട്ടെ, ഒരു ക്ലോഷർ കിട്ടിയാൽ മാത്രമേ മുന്നോട്ട് നടക്കാവൂ എന്ന് പറയുന്നത്. കാരണം അവർ നിങ്ങൾ അവോയ്ഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും, അല്ലേ, അവർ നിങ്ങളുടെ കോളിന് റിപ്ലൈ തരാതിരുന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ അവർക്ക് താല്പര്യം ഇല്ലാതിരിക്കും. ഇതൊക്കെ ക്ലോഷേഴ്സ് തന്നെയാണ്. ഇത് നിങ്ങൾ കണ്ടില്ല എന്ന് അടിക്കുന്നത് അത് എൻ്റെ പോയിന്റ് എനിക്ക് കാരണം പറയണമെന്ന് പറയേണ്ട ആവശ്യമില്ല. ആദ്യം അവർ ഒരുപാട് കാരണങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ പോയിന്റ്സ് എന്നാണ്.
ഓക്കെ നിമ്ന, നമ്മളിപ്പോൾ ഇത്രയും കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പം നമ്മൾ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങൾ സംസാരിച്ചു, അതിൻ്റെ കുറേ നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെ സംസാരിച്ചു. അപ്പോൾ ഈ ഇത്രയും കോൺവെർസേഷൻ ഇപ്പം നിമ്ന പറയൂ, എല്ലാവരും ഭയങ്കരമായിട്ട് ഓവർ റേറ്റ് ചെയ്തൊരു പുസ്തകമാണോ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്? ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ഒരിക്കലും ഓവർ റേറ്റഡ് ആയിട്ട് ഒരിക്കലും ഞാൻ എന്നെ കാണില്ല. കാരണം ഫസ്റ്റ് എഡിഷൻ അടിച്ച സമയത്ത് 350 കോപ്പിയാണ് നമ്മൾ അടിച്ചത്. അതിൻ്റെ 100 ഇരട്ടി കോപ്പികൾ, അതിനേക്കാളും കൂടുതൽ കോപ്പികൾ ഒരു വർഷം ആവുന്നതിന് മുന്നേ ആ ബുക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഓവർ റേറ്റഡ് അല്ല. അതിന് കാരണം ഈ സൊസൈറ്റിക്ക് അത് ഭയങ്കര നീഡായിട്ടുള്ള ഒരു കാര്യത്തിന് നമ്മൾ സെല് ചെയ്യുന്ന സമയത്ത് അത്, ഞാൻ വളരെ ചെറിയൊരു എക്സാമ്പിൾ വെച്ച് പറയാം. നിങ്ങൾ വളരെ മഴക്കാലത്ത് തണ്ണിമത്തൻ ജ്യൂസ് കുടിക്കാൻ വേണ്ടി നമ്മൾ വഴിയോരത്ത് പോകത്തില്ല, ബിക്കോസ് നമുക്കതിൻ്റെ ആവശ്യമില്ല. ഈ വേനൽക്കാലത്ത് എവിടെയെങ്കിലും ഒരു കൂളായിട്ടൊരു തണ്ണിമത്തൻ ജ്യൂസ് കിട്ടിയാൽ നമ്മളത് മേടിച്ച് കുടിക്കും, കാരണം നമുക്ക് അത്ര നീഡാണത്. അപ്പോൾ എനിക്ക് തോന്നി ഈ സൊസൈറ്റിയിൽ സെൽഫ് ലവ് എന്ന് പറഞ്ഞൊരു കാര്യം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആളുകളുടെ ലൈഫ് പറഞ്ഞു വെക്കുന്ന ഒരു പുസ്തകം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ കറക്റ്റ് സമയത്ത് ഞാനത് അവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്തുകൊണ്ട് ആൾക്കാരത് ഇഷ്ടപ്പെടുകയും ആൾക്കാരത് വായിക്കുകയും ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെ നീഡുള്ളൊരു സാധനം കറക്റ്റ് ടൈമിൽ ഞാൻ മാർക്കറ്റിലോട്ട് ഇറക്കി ഇട്ടു, അത് ആൾക്കാർ വായിക്കുന്നു, അവരത് സ്വീകരിക്കുന്നു. അതപ്പോൾ ഒരിക്കലും ഞാനതൊരു ഓവർ റേറ്റഡ് ആയി എന്ന് ഞാൻ പറയില്ല. വേറെ ആര് പറഞ്ഞാലും ഞാൻ പറയാൻ പാടില്ല. ഇതിനോട് ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് ഇപ്പം ഇതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും, അതിന് ഉള്ളിൽ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്, പക്ഷെ ആളിത് പുറത്ത് കാണിക്കുന്നില്ല അല്ലേ പല കാര്യങ്ങൾക്കും. അപ്പം നിമ്ന പറഞ്ഞു ഞാൻ തക്കതായ സമയത്താണ് പുസ്തകം ഇറക്കി വിട്ടുന്നത്. അപ്പം നമ്മുടെ സൊസൈറ്റി അത്രത്തോളം ഫ്രസ്ട്രേറ്റഡ് ആണെന്ന് നിമ്ന വിശ്വസിക്കുന്നുണ്ടോ? ഫ്രസ്ട്രേറ്റഡ് അല്ല, നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ലാക്കാണ്. അത് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം. അപ്പം ഞാനൊരു 6 years ആയിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ എഴുതുന്ന ഒരാളാണ്. അപ്പം ഞാൻ എഴുതുന്ന എഴുത്തുകൾക്ക് ഏത് കണ്ടന്റ് ഇട്ടാലും അതിന് എന്തോരം കമൻറ്റ് വരും, എന്തോരം റിയാക്ഷൻസ് വരുമെന്ന് എനിക്ക് അറിയാം. അപ്പം ഞാൻ ഇട്ടൊരു കണ്ടന്റ് ഉണ്ടായിരുന്നു, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പേടിയുള്ളവരോടെന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഇതുവരെ കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, റെസ്പോൺസ് വന്നിട്ടുള്ള ഒരു പോസ്റ്റാണ്. എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു കാര്യത്തിന് ഇത്രയും? കാരണം ആൾക്ക് കോൺഫിഡൻസ് കുറവാണ്. ഈ ലോകത്ത് എനിക്ക് തോന്നുന്നു ആളുകൾക്ക് ഏറ്റവും വിശ്വാസമില്ലാത്ത ഒരാൾ നമ്മൾ തന്നെയാണ്. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമ്മുടെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് നമുക്ക് റിയലൈസ് ആവുന്നില്ല, നമുക്ക് അറിയില്ല. അപ്പം ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഷിവർ വരും അല്ലേ, നമുക്കിത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഒക്കെ പോട്ടെ. നമ്മളൊരു പുതിയ ഓഫീസിൽ പോയിട്ട് അവിടുത്തെ കോഫി മെഷീൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് ചോദിക്കാൻ ഒരു മടി ഉണ്ടാവില്ലേ? ഇനി ഇവരെന്ത് വിചാരിക്കും, എനിക്ക് അറിയാഞ്ഞിട്ടാണോ? ഫസ്റ്റ് ഫ്ലൈറ്റ് കയറുന്ന സമയത്ത് സീറ്റ് ബെൽറ്റ് എങ്ങനെയാണ് ഇടുന്നത്, ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളാണ്. പക്ഷെ നമ്മുടെ ഉള്ള ഒരു കോൺഫിഡൻസ് കുറവില്ലേ? ഒരു ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ഒരു ഫോം ഫില്ല് ചെയ്യണമെങ്കിൽ ഇത് തെറ്റോ എന്നുള്ളൊരു കാര്യമില്ല. ഒക്കെ പോട്ടെ, ബസ്സിൽ കയറിയിട്ട് കണ്ടക്ടർ എടുത്ത് ബാക്കി ചോദിക്കാൻ നമുക്ക് മടിയാം. ഇതിപ്പോൾ എല്ലാവരും എന്നെയാണോ നോക്കുക, ഇനിയിപ്പോൾ അവരെന്ത് തരില്ല എന്ന് പറഞ്ഞോ, 2 രൂപയില്ല അതിന് ഇത്ര ചോദിക്കണം. ഇങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങൾ എല്ലാം കോൺഫിഡൻസ് കുറവുള്ളതിൻ്റെ ലക്ഷണങ്ങൾ തന്നെയാണ്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് കുറവുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഒരാൾ വന്നിട്ട് ഒരു കമൻറ്റ് ചെയ്യുന്ന പോലെ, സംസാരിക്കുന്ന പോലെ റിയലായിട്ട് നമ്മൾ ഫേസ് ടു ഫേസ് വന്നാൽ അവർ സംസാരിക്കുമോ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. കാരണം അതിനൊരു കോൺഫിഡൻസ് കുറവുണ്ട്. ഇപ്പോൾ സ്കൂളിൽ പാട്ട് പാടാൻ വേണ്ടിയിട്ട് ആര് പാട്ട് പാടുമെന്ന് ചോദിച്ചാൽ ഞാൻ പാടാമെന്ന് പറഞ്ഞു. നമ്മളൊക്കെ പഠിച്ച സമയത്ത് എത്ര പേര് മുന്നോട്ട് വന്നിട്ടുണ്ട്? 1 or 2 പേര്. അപ്പോൾ ബാക്കിയുള്ളവർ എന്തുകൊണ്ടാണ് വരാത്തത്? അവർക്ക് അവരിൽ വിശ്വാസമില്ല, ഒരു കോൺഫിഡൻസ് ഇല്ല. അപ്പം എനിക്ക് എൻ്റെ ഒരു ലൈഫിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഈ എല്ലാ ഫിയറിലൂടെയും കടന്നു പോയിട്ടുള്ള ഒരാളാണ് ഞാൻ. അതൊരിക്കലും മോശമായിട്ടുള്ള ഒരു കാര്യമല്ല, കാരണം നമ്മൾ വളർന്നിട്ടുള്ള ഒരു രീതി അങ്ങനെയാണ്. എനിക്കിപ്പോഴും വണ്ടറാണ് എന്നെപ്പോലൊരു പെൺകുട്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത്. ഞാൻ എൻ്റെ യങ്ങർ സെൽഫിലോട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല, എനിക്ക് ഇത്രയും പുറത്തുള്ള സ്ട്രീറ്റിൽ ഇത്രയും ഫ്രണ്ട്സ് ഉണ്ട്, ഇത്രയും ഞാൻ ചെയ്തു, ഇത്രയും വർക്ക്, ഞാൻ ഇത്രയും സിറ്റീസിൽ ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തു. കാരണം ഞാൻ എങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് ഇപ്പോഴത്തെ പെൺകുട്ടികളോട് പെൺകുട്ടികളോട് മാത്രമല്ല ആൺകുട്ടികളോടും പറയണമെന്നുണ്ടായിരുന്നു. സോ ഇപ്പോഴത്തെ ആൾക്കാർ ഫ്രസ്ട്രേറ്റഡ് അല്ല, അവർക്ക് എല്ലാ കഴിവും ഉണ്ട്, അവർ കേപ്പബിൾ ടു ഡു എവറിത്തിങ്. ബട്ട് ആ ഒരു എന്തോ ഒരു കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ എനിക്ക് ഞാൻ എന്നുള്ളൊരു റൈറ്റർ എന്നുള്ള കാര്യമൊക്കെ മാറ്റി നിർത്തിയിട്ട് നിമ്ന എന്നുള്ളൊരു പെൺകുട്ടി ഇൻസ്റ്റയിൽ വന്നിട്ട് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ചേഞ്ചും അത് തന്നെയാണ്. ഞാൻ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ചെറിയ അച്ചീവ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് കാണുന്ന എന്നെപ്പോലൊരു സാധാരണ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഒരു പെൺകുട്ടിയൊക്കെയാണെങ്കിൽ ആൺകുട്ടിയൊക്കെ അത് കണ്ടിട്ട് എനിക്കും ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൂ. അപ്പോൾ ആ കോൺഫിഡൻസ് ലാക്കാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് ബിൽഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്പേസ് ഉണ്ടാക്കിയെടുക്കണം എന്ന് ഉള്ളൂ. ഓക്കെ, നിമ്ന എന്ന പേരിൻ്റെ അർത്ഥം ഉണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല, പക്ഷേ ഞാനതിന് ആത്മവിശ്വാസം എന്ന് പറയാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നു. ഓക്കെ നിമ്ന, എന്തായാലും എനിവേ താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം കുറേ വിശേഷങ്ങൾ സംസാരിച്ചു. എന്തായാലും ഇനിയും ഒരുപാട് കോപ്പികൾ വിറ്റഴിക്കപ്പെട്ടതിന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സ്നേഹ.